പ്രാർത്ഥനയെക്കുറിച്ചാണ് നാം വിഷയത്തിലേക്കാണ് പഠിക്കുന്നത്. നാം ഇന്നും കഴിഞ്ഞ ആഴ്ചയിൽ പ്രവേശിക്കുന്നത്. കർത്താവായ യേശുക്രിസ്തുവിന്റെ പ്രാർത്ഥനകളെ കുറിച്ചുള്ള ഞാൻ സമഗ്രമായ പറയാമെന്നും പഠനം. അതുകൊണ്ട് ഒരു നിരീക്ഷണം കർത്താവായ നമ്മൾ യേശുക്രിസ്തുവിന്റെ പ്രാർത്ഥനയിലേക്ക് പ്രവേശിക്കുന്നതിന് മുൻപ് ഒരു തന്നെ മിഷനറി ഈ പ്രാർത്ഥനയുടെ ഉടമസ്ഥനായ പൗലോസിന്റെ കർത്താവായ പ്രാർത്ഥനകളിൽ യേശുക്രിസ്തുവിനെ കുറിച്ച് നാം കാണുന്നത്. അല്പമൊന്ന് മനസ്സിലാക്കിയിരിക്കുന്നത് നന്നായിരിക്കും. മിഷനറി പലപ്പോഴും 4 കർത്താവിന് വേണ്ടി സുവിശേഷങ്ങളിൽ സമർപ്പിക്കപ്പെട്ട നമുക്ക് ഒരു ലഭിക്കുന്ന വ്യക്തി യേശുക്രിസ്തുവിന്റെ ചിത്രം എങ്ങനെയാണ് പ്രാർത്ഥിക്കേണ്ടത്? ചരിത്രത്തിന്റെ നടുവിലേക്ക് വന്ന ഒരു മനുഷ്യനായിട്ടോ തുടിച്ചു നിൽക്കുന്ന കുറെ അത്ഭുതങ്ങൾ അടയാളങ്ങൾ ചെയ്ത ഒരു മനുഷ്യനായിട്ടോ തന്റെ പ്രാർത്ഥനയിൽ അമാനുഷികനായ പ്രാർത്ഥനകളുമായിട്ടൊക്കെയാണ് യേശുക്രിസ്തുവിനെ തനിക്ക് പഠിക്കുന്നത്. കർത്താവിനുമാണെങ്കിൽ പോലും അഭേദ്യമായ ബന്ധം, കർത്താവായ യേശുക്രിസ്തുവിനെ സഭയെക്കുറിച്ചുള്ള വ്യത്യസ്ത തന്റെ വീക്ഷണം കാഴ്ചപ്പാട്, തിരുവചനം പഠിക്കുന്ന ആളുകൾ പ്രാർത്ഥനയിൽ കർത്താവായ ഏതെല്ലാം യേശുക്രിസ്തുവിന്റെ കാര്യങ്ങളാണ് ജനനത്തെക്കുറിച്ച് വാസ്തവത്തിൽ പുതിയ നിയമത്തിൽ എഴുതിയിട്ടുണ്ട്. യേശുക്രിസ്തുവിന്റെ നമുക്ക് അവതാരത്തെക്കുറിച്ചാണ് പ്രാർത്ഥനയിൽ കാണുവാൻ കഴിയും. കർത്താവായ യേശുക്രിസ്തു കാലസമ്പൂർണ്ണതയിൽ നാം എല്ലാവരും കർത്താവിന്റെ വേലക്കാരാണ്. സ്വർഗം വിട്ട് ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന ദൈവപുത്രൻ. പൗലോസിന്റെ പ്രാർത്ഥനയോട് വീണ്ടെടുപ്പ് പ്രക്രിയയോടുള്ള ബന്ധത്തിലാണ് പുത്രൻ പൗലോസാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. സുവിശേഷ പോർക്കളത്തിൽ അനവരതം പോരാടുകയും ദൈവമാണ്. അത് താർക്കികമായി പഠിപ്പിക്കുന്ന പ്രതിസന്ധികളിൽ കൂടെ കടന്നു പോവുകയും വീണ്ടും ഞാൻ പറയുകയാണ്, കർത്താവായ യേശുക്രിസ്തു ദൈവമാണ്. എല്ലാം ഉണ്ടായിട്ടും ദൈവവും ഒന്നുമില്ലാത്തവനായി പിതാവുമാണ് എന്ന് വേദപുസ്തകം പറയും. തുല്യമല്ലാത്ത കഷ്ടതകൾ അനുഭവിച്ച മഹാദൈവം എന്ന് മനുഷ്യനാണ് അപ്പോസ്തലനായ പൗലോസ്. കാരാഗ്രഹം അനുഭവിച്ച മനുഷ്യനാണ് അപ്പോസ്തലനായ പൗലോസ്. ഉന്നതമായ വിദ്യാഭ്യാസവും നിലവാരവും പൗരത്വവും ഒക്കെ ഉണ്ടായിരുന്നെങ്കിൽ പോലും മഹാദൈവം എന്ന് മനുഷ്യനാണ് പൗലോസ്. പൗലോസിന്റെ പ്രാർത്ഥനകളിലെങ്ങും മഹാദൈവം താൻ അനുഭവിക്കുന്ന കഷ്ടതകളെക്കുറിച്ചും ആ കഷ്ടതയിൽ കർത്താവായ യേശുക്രിസ്തു ഭൂമിയിലേക്ക് വരുമ്പോൾ പീഡാനുഭവങ്ങൾ ഭൂമിയിലെ നിയമങ്ങൾ ഒരു വാക്കുകളിൽ. അതുകൊണ്ടാണ് മനുഷ്യ പ്രകൃതിയിൽ കർത്താവിനോട് ദൈവം പ്രത്യക്ഷനാകുന്നത്. വിശുദ്ധ ജീവിതത്തിൽ കർത്താവായ യേശുക്രിസ്തു വിശേഷ 3.5 അവസരം ലഭിക്കുന്നതിന് വേണ്ടി രേഖപ്പെടുത്തിയ വർധനവിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു അതുപോലെ തന്നെ പൗലോസിന്റെ പ്രാർത്ഥന. യേശുക്രിസ്തുവിനെ കുറിച്ച് നാമം അങ്ങനെ പ്രാർത്ഥിക്കണം. പരിമിതമാണ്. അത് നാമം മുഴുവൻ അങ്ങനെയാണ് എഴുതിയാൽ പ്രാർത്ഥിക്കേണ്ടത്. ആ പുസ്തകങ്ങളെ പറഞ്ഞിട്ടുണ്ട്. വിശ്വാസത്തിൽ എന്നാൽ വളരെ പരിമിതമായ കാര്യങ്ങളെ ദൈവരാജ്യത്തെക്കുറിച്ച് വിശുദ്ധ തിരുവെഴുത്തുകളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. പൗലോസ് പറയുന്നത് ഉപമകൾ, ഇപ്പൊ കഷ്ടത, സഹിഷ്ണുതയും സിദ്ധതയും അത്ഭുതങ്ങൾ പൗലോസ് നമ്മെ പഠിപ്പിച്ചു. 25 പഠിപ്പിക്കുന്നതിനോട് ചേർന്ന് നിൽക്കുന്ന ചെയ്ത 59 സ്ഥലങ്ങൾ പ്രാർത്ഥനകളെല്ലാം നന്നായി പരിമിതമായ കാര്യങ്ങളേ ഉള്ളൂ. പൗലോസിന്റെ കർത്താവായ യേശുക്രിസ്തു പ്രാപിക്കുന്ന ഒരു പ്രാർത്ഥനയെ കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ യേശുക്രിസ്തുവിന്റെ അവതരണ ശൈലി അതിനാണ് വേലക്കാർക്ക് പ്രയോജനപ്പെടും എന്നുള്ളത് ഞാൻ ആ ഭാഗത്തേക്കും കൂടെ പറയുകയാണ്. അപ്പൊ ഇന്ന് നമ്മള് കർത്താവായ യേശുക്രിസ്തുവിന്റെ 6 അവതരണ ശൈലി വേദപുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട്. 4 സുവിശേഷം 6 അവതരണ ശൈലി പ്രാർത്ഥനകളാണ് പ്രസംഗങ്ങൾ, പ്പെടുത്തിയിരിക്കുന്ന പഠിപ്പിക്കലുകൾ, പ്രാർത്ഥനയ്ക്ക് ഉപമകൾ, മുൻതൂക്കം കൊടുക്കുകയും ഇങ്ങനെ പറയപ്പെടുകയും ചെയ്ത ഒരാളാണ്. 6 അവതരണ ശൈലിയാണ് കർത്താവ് ഉപയോഗിച്ചത്. പ്രാർത്ഥനയ്ക്ക് കർത്താവായ യേശുക്രിസ്തുവിന്റെ കാലത്ത് ജീവിതത്തിൽ ഭാഷകൾ ദിവസത്തിൽ അതായിരുന്നു ഏറ്റവും ഏത് കാര്യത്തിന് കർത്താവായ യേശുക്രിസ്തുവിന്റെ കാലത്തുണ്ടായിരുന്ന ഭാഷകൾ കൊടുക്കുന്നത് യേശുക്രിസ്തുവിൽ നിന്ന് നാം ഏറ്റെടുക്കുന്ന ഗ്രീക്ക് ഉണ്ടായിരുന്നു. നമ്മള് സമാഗമന കൂടാരം ഹീബ്രു ഉണ്ടായിരുന്നു, പഠിക്കുന്നുണ്ട്. ലാറ്റിൻ ഭാഷ ഉണ്ടായിരുന്നു, കൂടാരമാണ്. അതുപോലെ തന്നെ സമാഗമന ലാംഗ്വേജസ് ഉണ്ടായിരുന്നു, പ്രാദേശിക ഭാഷകൾ. ഇംഗ്ലീഷിൽ പറയുന്ന ടാബർനക്കിൾ, പ്യൂണിക് എന്ന് പറയും. അത് കനാനൈറ്റ് ലാംഗ്വേജ് എഴുതാം. കനാന്യർ സംസാരിച്ചുകൊണ്ടിരുന്ന ഭാഷയുടെ പേര് പ്യൂണിക് എന്നാണ്. അപ്പൊ കനാന്യരായ ആളുകൾ യേശുക്രിസ്തുവിനെ കാണാൻ വന്നിട്ടുണ്ട്. യേശുക്രിസ്തു അവരുമായിട്ട് സംവദിച്ചു. അതുപോലെ തന്നെ അരാമിക് മിക്സ് ചെയ്യുന്ന എന്ന് പറഞ്ഞാൽ ടാബർനക്കിൾ, സിറിയാക് ലാംഗ്വേജ് ഉണ്ട്. സിറിയാക് സാഞ്ചുറി അല്ല കേട്ടോ, അത് വന്ന് വളരെ പ്രചാരത്തിലിരുന്ന ഭാഷയാണ്. കോപ്റ്റിക് ലാംഗ്വേജ്, ഈജിപ്ഷ്യൻ ആയിട്ടുള്ള ആളുകള് ഈജിപ്തിലെ ആളുകള് സംസാരിച്ചുകൊണ്ടിരുന്ന ഭാഷയാണ് കോപ്റ്റിക്. ഈ ഭാഷകളെല്ലാം നിലവിലുണ്ടായിരുന്നു. വന്നുണ്ടായിരുന്ന കൾച്ചർ എന്ന് പറയുന്നത് കൾച്ചറാണ് ഓഫ് ഗോഡ് എന്നാണ്. ഹീബ്രുവും ഗ്രീക്കും കൂടെ ഇടകലർന്നതിന്റെ ഹെലനിക് കൾച്ചറും ആ കൾച്ചറിന്റെ പശ്ചാത്തലത്തിലാണ് കർത്താവ് വേല ചെയ്യുന്ന വാക്കിന്റെ അർത്ഥം. പ്രസിദ്ധമായ 3
റിലീജിയസ് ബുക്കുകളൊന്നുണ്ട്. അപ്പൊ ഈ ടാബർനാക്കിൾ പ്രസിദ്ധമായ 3 റിലീജിയസ് എന്ന് ബുക്കുകൾ. പറഞ്ഞാൽ മിഷ്കാൻ, ഒന്ന് മിക്ഡാഷ്, തനാക്ക് എന്ന് പറയും. സാങ്ച്വറി. തനാക്ക്. അപ്പം അത് ഈ റബ്ബാനിക് സമാഗമന writings ആണ്. കൂടാരം ഇതിന്റെ അകത്ത് 40 തോറായും ഉപകരണമുണ്ട്. അനുബന്ധ പുസ്തകങ്ങൾ അടങ്ങിയിരിക്കുന്ന 40 ഉപകരണങ്ങൾ തനാക്ക് എന്ന നിലവിലുണ്ട്. അതുപോലെ എല്ലാ തന്നെ ഉപകരണങ്ങളും എബ്രായ എഴുത്തുകളുമുണ്ട്. 40 യഹൂദന്മാർക്ക് 10 പുസ്തകങ്ങളാണ് ഇതിന്റെ അവര് ആദ്യം holy വെച്ചിരിക്കുന്ന writings ആയിട്ട് ഉപകരണം കരുതുന്നത്. നിലവിളക്കാണ്. പുസ്തകങ്ങളുണ്ട്. 2 അല്ലേ? അത് സെപ്റ്റുവജന്റ് എഴുതിയിരിക്കുന്ന എബ്രായ ലേഖനം സെപ്റ്റുവജന്റ് എന്ന് പറയുന്നത് 9-ന്റെ ഗ്രീക്ക് വേർഷൻ ഓഫ് ഒന്നാമത്തെ ഓൾഡ് രണ്ടാമത്തെ ടെസ്റ്റമെന്റ്. വാക്യം ഒന്ന് വായിച്ച്. അതാ സെപ്റ്റുവജന്റ്. എബ്രായ ലേഖനം പഴയ നിയമത്തെ 9-ാം അധ്യായം 1-2 ഗ്രീക്കിലേക്ക് തർജ്ജമ അവിടെ ചെയ്തു. ആദ്യ സെപ്റ്റുവജന്റ്. ഭാഗത്ത് 72 പേര് പദമുണ്ട്. തർജ്ജമ ചെയ്തതാണത്. സെപ്റ്റുവജന്റ് എന്ന് പറഞ്ഞാൽ 70 എന്നാണ് അർത്ഥം. അപ്പൊ അവർ 70 പേര് കൂടി ആ, പഴയ നിയമത്തെ എന്നാൽ ഗ്രീക്കിലേക്ക് ആദ്യ തർജ്ജമ ചെയ്തു. നിയമത്തിലും അതാണ് സെപ്റ്റുവജന്റ്. ആരാധനയ്ക്കുള്ള ചട്ടങ്ങളും ചിലര് തെറ്റായിട്ട് ലൗകികമായ പറയാറുണ്ട്. വിശുദ്ധ മന്ദിരവും ഉണ്ടായിരുന്നു. പരിഭാഷ എന്നുണ്ടായിരുന്നു. ഒരു അല്ലേ? കൂടാരം ഈ ചമച്ച് വൾഗേറ്റ് പരിഭാഷ അതിന്റെ അന്നില്ല. ആദ്യ ഭാഗത്ത് നിലവിളക്കും മേശയും വൾഗേറ്റ് കാഴ്ചയപ്പവും പരിഭാഷ ഉണ്ടായിരുന്നു. ഉണ്ടാകുന്നത് മതി. അതിന് വിശുദ്ധ 4-ാം സ്ഥലം എന്ന് പറയും. നൂറ്റാണ്ട്, 3-ാം നൂറ്റാണ്ടിന്റെ അവസാനം അപ്പൊ പഴയ 382 നിയമത്തിലെ ആ പരിഭാഷ പഴയ നിയമം ഉണ്ടാകുന്നത്. ഒന്നുകൂടെ ആവർത്തിക്കുന്നതാണ് ലാറ്റിൻ ഭാഷയിലുള്ള പരിഭാഷയാണ്. അപ്പൊ ഈ പഴയ നിയമം കാലത്ത് വൾഗേറ്റ് ഇതിന്റെ ഇല്ല. അകത്തെ ടാബർനാക്കിളെ ഓക്കേ. കുറിച്ച്, തനാക്കുണ്ട്, കുറിച്ച് റബ്ബാനിക് സമാഗമന കൂടാരം റൈറ്റിംഗ്സ് എന്ന് ഉണ്ട്, പറഞ്ഞാൽ സമ ആഗമന സെപ്റ്റുവജന്റ് കൂടാരം. ഉണ്ട്, സമ പഴയ നിയമത്തിന്റെ ഗ്രീക്ക് ആഗമന പരിഭാഷ, കൂടാരം. ദൈവവും പിന്നെ മനുഷ്യനും മൂന്നാമതായിട്ടുള്ളത് സമ സമാരിറ്റൻ. ആഗമിക്കുക. ഒരു സ്ഥലത്ത് പെന്തക്കോസ്ത് അശുദ്ധനായ മനുഷ്യനും സമാരിറ്റൻ വിശുദ്ധനായ ദൈവവും കൂടി പെന്തക്കോസ്ത്. ഒരുമിച്ച് സമ്മേളിക്കുകയാണ്. പഴയ അതാണ് നിയമത്തെ ടാബർനാക്കിൾ എന്ന് പറയുന്നത്. അപ്പം സമരിറ്റൻ ഇവിടെ വെച്ചിരിക്കുന്ന ഉപകരണങ്ങളെ കുറിച്ച് അവരുടെ ചെറിയ പശ്ചാത്തലത്തിലേക്ക് തർജ്ജമ എബ്രായ ചെയ്ത് ലേഖനത്തിൽ മാറ്റിയെടുത്തു. എന്നാൽ ആദ്യ അതുകൊണ്ട് അവർക്ക് നിയമത്തിൽ വേറെ ആദ്യ പുസ്തകമുള്ളതാണ് നിയമം ഓൾഡ് ഉണ്ടായിരുന്നു. ടെസ്റ്റമെന്റ് എന്നുള്ള വാക്കാണ് ആദ്യ നിയമം. അതിന്റെ പശ്ചാത്തലത്തിലാണ് Testament. അവർ ജീവിച്ചുകൊണ്ടിരുന്നത്. തർജ്ജമ അവര് ചെയ്യുമ്പോഴാണ് യഹൂദന്മാരാണെങ്കിൽ പഴയ പോലും നിയമം എന്ന് എഴുതിയിരിക്കുന്നത്. അവരുടേതായ ആദ്യ നിയമം എന്ന് പറഞ്ഞാൽ സംസ്കാരത്തിലേക്കും Old നിലയിലേക്കും Testament. അവർ ന്യൂ ടെസ്റ്റമെന്റ് എന്ന് പറഞ്ഞാൽ ആ, revised മോശയുടെ covenant എഴുത്തുകളെ, പുതുക്കിയ നിയമം. ന്യായപ്രമാണത്തെ 9-15 അവർ എഴുതിയിട്ടുണ്ട് ആ മാറ്റി വാക്യം. എബ്രായ ലേഖനം 9-15. തോറയിൽ നിന്ന് അവിടെ അല്ലെങ്കിൽ Old Testament, New Testament എന്നുള്ള യഹൂദന്മാർ വാക്ക് അവിടെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന തോറയിൽ വരുന്നത്. ഓക്കേ. നിന്ന് ഇവിടെ ശ്രദ്ധിക്കുക, 6000 ആദ്യ നിയമത്തിലും 6000 ആരാധനയ്ക്കുള്ള ചട്ടങ്ങളും ഡിഫറൻസസ് ലൗകികമായ വിശുദ്ധ 6000 മന്ദിരവും ഡിഫറൻസ് ഉണ്ടായിരുന്നു. രണ്ടാം ഈ വാക്യം ഒരു രണ്ട് കൂടാരം പുസ്തകങ്ങൾ ചമച്ചു. യഹൂദന്മാരുടെ ഒരു കൂടാരം ചമച്ചു. അതിന്റെ പഞ്ചഗ്രന്ഥങ്ങളും ആദ്യ അനുബന്ധമായ ഭാഗത്ത് നിലവിളക്കും എഴുത്തുകളും തോറ എന്ന് പറയുന്ന പിന്നെയാണ് അല്ലെങ്കിൽ തനാക്ക് എന്ന് പറയുന്ന മേശ, പുസ്തകങ്ങൾ ഉള്ളപ്പോൾ തന്നെ കാഴ്ചയപ്പം അതിന് പാരലായിട്ട് ഒക്കെ സമാരിറ്റൻസിന്റെ കയ്യിൽ ഒരു അപ്പം റൈറ്റിംഗ് ഉണ്ട്. സമാഗമന കൂടാരത്തിലേക്ക് 6000 പ്രവേശിക്കുന്ന വ്യത്യാസം ഒരു അതിന്റെ വ്യക്തി അകത്തുണ്ട്. ആദ്യം അപ്പൊ കാണുന്നത് ഇതെല്ലാം തന്നെ യേശുക്രിസ്തുവിന് മുൻപിൽ ഒരു വെല്ലുവിളിയായിരുന്നു. നിലവിളക്ക്. ഈ വെല്ലുവിളികളെല്ലാം അതിജീവിച്ചുകൊണ്ടാണ് അതിന് കർത്താവ് തന്റെ ലാം ശുശ്രൂഷയിൽ സ്റ്റാൻഡ് എന്ന് നിന്നത്. ഇംഗ്ലീഷിൽ എഴുതിയിരിക്കും. ലാം The challenges of Jesus നിലവിളക്ക് ministry എന്ന് പറഞ്ഞുകൊണ്ട് എന്ന വാക്ക് എൻ്റെ ഒരു നല്ല ഒരു ആർട്ടിക്കിൾ വാക്കാണ്. ഉണ്ട്. നിലത്തിരുന്ന് വിളക്കുന്നത് കൊണ്ട് അത് നിലവിളക്കുന്നത്. ഇന്റർനെറ്റിലുണ്ട്. വിളക്ക് എന്ന വാക്കിന്റെ അർത്ഥം ഡൗൺലോഡ് ചെയ്ത് വിളക്കുന്നത് വായിക്കാൻ എന്നാണ്. പറ്റുമെങ്കിൽ അത് വിളക്കുന്നത് വായിക്കുന്നത് നല്ലതായിരിക്കും. രണ്ട് വസ്തുക്കളെ തമ്മിൽ കൂട്ടിച്ചേർക്കുക, വിളക്കുക. അപ്പം വിളക്ക് എന്ന വാക്ക് വരുന്നത് 30 വർഷത്തെ പഠനം. വിളക്കുന്നത് കൊണ്ടാണ്. അപ്പം ഏതെങ്കിലും അത് രണ്ട് വസ്തുക്കളെ തമ്മിൽ മനസ്സിലാക്കുന്നത് കൂട്ടിച്ചേർക്കുമ്പോഴാണ് കർത്താവായ വിളക്കുന്നത്. യേശുക്രിസ്തുവിൽ ഇരുട്ടും ഉണ്ടായിരുന്ന വെല്ലുവിളികൾ. വെളിച്ചും, റീജിയണൽ അന്ധകാരവും പ്രകാശവും ഇത് challenges ഉണ്ട്. ചേർക്കുന്ന ഒന്നാണ് Satanic വിളക്ക്. challenge ഉണ്ട്. അതാണ് Challenges ഹിന്ദു ഉണ്ടായിരുന്നു. mythology-യുടെ കൺസെപ്റ്റ്. അവിടുന്നാണ് ഈ വാക്കെല്ലാം ഭാഷയുടെ വെല്ലുവിളികളുണ്ട്. ഓക്കെ. ഇങ്ങനെ നിലവിളക്ക് വെച്ചു. കണക്കിന് വെല്ലുവിളികൾ നിലവിളക്ക് വെക്കുക, അല്ലെങ്കിൽ നിറഞ്ഞതാണ് ലാം യേശുക്രിസ്തുവിന്റെ സ്റ്റാൻഡ്, ശുശ്രൂഷ. മെനോറ എന്ന് പറയും. പക്ഷേ അതിനെ യേശു അതിൽ എബ്രായ വിജയിച്ചു. ഭാഷയിൽ മെനോറ. കർത്താവായ എഴുതി യേശു വെച്ചോ. അതിൽ ജയിച്ചു. മെനോറ. എന്തുകൊണ്ട്? ഉം. അവിടെയാണ് എന്റെ ചോദ്യം വരുന്നത്. ഈ ഇതൊക്കെ അപ്പൊ ഇവിടെ ഇപ്പോൾ ഈ തൊട്ട് കേൾക്കും. ഹോട്ടലിലൊക്കെ ഇട്ടിരിക്കുന്ന പേരാ. എന്തുകൊണ്ട്? നിങ്ങൾ ഈ ഒറ്റ ഉത്തരം പറയാൻ ശ്രമിച്ചാൽ യേശുക്രിസ്തു ഒരു അറേബ്യൻ കൺട്രികളിലൊക്കെ അഭിഷക്തനായി. താമസിക്കുന്ന അതുകൊണ്ടാണ് ആളുകൾക്കറിയാം. അതുകൊണ്ടാണ് യേശുക്രിസ്തുവിന് മിഷ്കാൻ വെല്ലുവിളികളെ എന്ന ജയിക്കാൻ വാക്ക് കഴിഞ്ഞത്. കേട്ടാൽ നമ്മൾ വിചാരിക്കും മൃഷ്ടാന കർത്താവിന്റെ ഭോജനം വേലക്കാരോടും എന്നതിന്റെ കർത്തവേല അർത്ഥം ചെയ്യുന്ന എല്ലാവരോടും മനസ്സിലാക്കണം. എനിക്ക് മിഷ്കാൻ. പറയാനുള്ളത് എന്ന് എങ്ങനെ ഹോട്ടലിൽ നമുക്ക് വെല്ലുവിളികളെ എഴുതി നേരിടാൻ മിഷ്കാൻ കഴിയും? റെസ്റ്റോറന്റ്. എങ്ങനെ നമുക്ക് അതിജീവിക്കാൻ അങ്ങനെ കഴിയും? എഴുതരുത്. കാരണം എന്ന അവർ വാക്കിന്റെ ഒറ്റ അർത്ഥം ഉത്തരം പറയാൻ എന്നോട് tabernacle പറഞ്ഞാൽ എന്നാണ്. എനിക്ക് അതല്ലാതെ പറയാൻ കഴിയുന്നത് മൃഷ്ടാന ഭോജനം എന്നല്ല. മിനോറ anointing first. breaks the നോറ, yoke. മെനോറ. അഭിഷേകത്താൽ മെനോറ. എഴുതുന്നു. മാത്രമേ ഇതിന് ജയിക്കുവാൻ കഴിയത്തുള്ളൂ. കാരണം ഈ വെല്ലുവിളികളൊന്നും മാനുഷികമായിരുന്നില്ല. ഈ വെല്ലുവിളികളുടെയൊക്കെ പിന്നിൽ ഒരു സൈറ്റനിക് സ്പിരിറ്റ് മെനോറ എന്ന് പറഞ്ഞാല് എപ്പോഴും ഒരു stand, satanic spirit നിലവിളക്ക്. ഉണ്ടായിരിക്കും. അതിനെ അതിജീവിക്കാൻ ലാം സ്റ്റാൻഡ്. നമ്മുടെ കഴിവുകൾ കൊണ്ടോ പ്രാപ്തികൾ കൊണ്ടോ ഒന്നും സാധ്യമല്ല. അതിനെ യഹൂദന്മാരുടെ അതിജീവിക്കണമെങ്കിൽ ഉയരത്തിൽ നിന്നുള്ള മിനോറ ശക്തി തന്നെ നമുക്ക് അതെ. വേണം. അങ്ങനെ പറഞ്ഞല്ലേ? അതുകൊണ്ടാണ് അവരുടെ കർത്താവായ യേശുക്രിസ്തു ആര് എന്ന ചോദ്യത്തിന് ഇസ്രായേലിൽ ഞാൻ പോകുമ്പോൾ കാണുന്ന പറയുന്ന മിനോറ യേശുക്രിസ്തു അഭിഷക്തനായിരുന്നു. കവരവിളക്ക് അതിന്റെ അതിന് എബ്രായ ഭാഷയിൽ പറയുന്ന പേരാണ് he was a rabbi. ശരിയാ പറഞ്ഞു. കവരവിളക്ക്. കർത്താവ് യേശുക്രിസ്തു റബ്ബായി. അതിന് 3 With കവരങ്ങൾ smicha. എടുക്കും.
3 കവരങ്ങൾ വലത്തോട്ടും അഭിഷിക്തനായ ഒരു നടുക്ക് റബ്ബായി രണ്ടും. ആയിരുന്നു അങ്ങനെ കർത്താവായ കവരവിളക്ക് അത് ഈ റബ്ബായി എന്നുള്ളതിന് അവരുടെ 3 അർത്ഥമാണ് എബ്രായ സിനഗോഗിന്റെ ഭാഷയിലുള്ളത്. ഞാൻ സിംബൽ പറഞ്ഞായിരുന്നല്ലോ. ഒന്ന് സിനഗോഗിനകത്തൊക്കെ സിംബലായിട്ട് വെച്ചിരിക്കുക, യോഗം. അവരുടെ ഐക്കണാണ്. 2 നമ്മള് Authority ചർച്ചുകളിലൊക്കെ അല്ലെങ്കിൽ ക്രോസ് വെക്കുന്നത് 3 പോലെ anointing, അല്ലെങ്കിൽ അഭിഷേകം ഈ സിനഗോഗുകളിലെല്ലാം 3 അവര് അർത്ഥങ്ങൾ സമ്മേളിക്കുന്നതിനാണ് കവരവിളക്കിന്റെ സ്മിഖ ലാംപ് എന്ന് സ്റ്റാൻഡിന്റെ പറയുന്നത്. അല്ലെങ്കിൽ ഇപ്പൊ മെനോറായുടെ ഒന്നാമത്തെ കാര്യം ഞാൻ പറഞ്ഞു. ഐക്കണായിട്ട് ആ ചിത്രമാണ് അവരെ യോക്ക്. കൊടുത്തിരിക്കുന്നത്. അതിലേക്ക് വരുന്നതിന് അവരുടെ മുമ്പ് ഒരു കാര്യം രാജ്യത്ത് കൂടെ പറയാം. ഒരു സിനഗോഗുകളിലൊക്കെ റബ്ബായി ചെന്നാലും 100 വർഷം കഴിയുമ്പോഴോ 200 അവരുടെ വർഷം ഔദ്യോഗിക കഴിയുമ്പോൾ ചിഹ്നമായിട്ട് മാത്രമേ ഒരു അവരതിനെ റബ്ബായി അംഗീകരിച്ച് കൊണ്ട് യഹൂദ നടക്കുന്നു. സമൂഹത്തിൽ അപ്പൊ ഉണ്ടാകാറുണ്ട്. അതൊരു ആ സിംബോളിസം. റബ്ബായി ഉണ്ടായി ഈ വിളക്ക് കഴിഞ്ഞാൽ എന്ന് പറയുന്നത് സർവാധികാരിയാണ്. ആ വാക്കുകള് യഹൂദ പുറപ്പാട് സമൂഹം അനുസരിച്ച് അവരുടെ സംഖ്യാപുസ്തകം, പശ്ചാത്തലം അനുസരിച്ച് അതുപോലെ തന്നെ സർവാധികാരിയാണ്. രാജാക്കന്മാർ റബ്ബായിക്ക് പൂർണ്ണ അധികാരം. ദിനവൃത്താന്ത പുസ്തകങ്ങളൊക്കെ കർത്താവായ ചേർത്ത് യേശുക്രിസ്തു നമ്മൾ ശുശ്രൂഷയൊക്കെ വായിക്കുമ്പോൾ നമ്മള് പഠിക്കുമ്പോൾ അറിയാം, നിലവിളക്കിന്റെ യേശുക്രിസ്തു അധികാരമുള്ളവനായിരുന്നു. അല്ലെങ്കിൽ വെളിച്ചം കാണുക, പലതരത്തിലുള്ള അധികാരം വെളിച്ചം സമാഗമന കൂടാരത്തിന്റെ തീരുമാനമെടുക്കാനുള്ള വെളിച്ചം അല്ലെങ്കിൽ കാണുക. തീരുമാനമെടുക്കേണ്ട ആളാണ് ഒരു റബ്ബായി. തങ്കം കൊണ്ടുണ്ടാക്കണം. ചോദ്യങ്ങൾ ഉണ്ടാകുമ്പോൾ തീരുമാനത്തിലെത്താൻ വേണ്ടി യേശുക്രിസ്തുവിന്റെ പുറപ്പാട് അടുക്കൽ ആളുകളെ 25 കൊണ്ടുവന്നിരുന്നു. അത് വ്യഭിചാരത്തിൽ തങ്കം കൊണ്ട് പിടിക്കപ്പെട്ട ഒരു സ്ത്രീ. നിലവിളക്ക് ഉണ്ടാക്കണം. ആ സ്ത്രീയെ നിലവിളക്ക് യേശുവിന്റെ അടുക്കൽ പണിയായിരിക്കണം. ആ യേശുക്രിസ്തുവിന്റെ അടുക്കൽ ചുവടും കൊണ്ടുവരുമ്പോൾ പുഷ്പ മേൽവസ്ത്രം ഉടുപ്പിക്കത്തില്ല. അവിടെ മുട്ടുകളും മേൽവസ്ത്രം ഉടുപ്പിക്കത്തില്ല, അത് അവരുടെ കൾച്ചറാണ്. പൂക്കളും ആ മേൽവസ്ത്രം അതും ഉടുപ്പിക്കാതെ തന്നെ ആയിരിക്കണം. അപ്പൊ അതിന്റെ അകത്ത് അർത്ഥനയായിട്ടാണ് ഉദ്ദേശിക്കുന്നത് തങ്കം കൊണ്ടൊരു വിളക്കുണ്ടാക്കണം. യേശുവിന്റെ തങ്കം. അടുക്കലേക്ക് ഈ സ്ത്രീയെ പിടിച്ചുകൊണ്ട് തങ്കം എന്ന് പറയുന്ന ഗോൾഡ് അതുകൊണ്ടാണ് യേശു ഡിവൈൻ കുനിഞ്ഞിരുന്നു നേച്ചർ എന്ന് എഴുതിയിരിക്കുന്നത്. വേദപുസ്തകത്തിന്റെ അകത്ത് തങ്കം എന്ന വാക്ക് എന്തെല്ലാം കാര്യങ്ങൾ അതിന് പറയുമെന്ന് അറിയാമോ? നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ടാണ് പ്രാർത്ഥനയെ കുറിച്ച് കുനിഞ്ഞിരുന്നു. പറയുമ്പോഴെല്ലാം അതൊരു കുനിഞ്ഞിരുന്നിട്ട് divine nature അതിനകത്ത് നിലത്ത് വരാറുണ്ട്. എഴുതിക്കൊണ്ടിരുന്നു. അതാണ് തങ്കം. അപ്പോ കഴിഞ്ഞ ദിവസം ക്ലാസ് യേശുക്രിസ്തുവിന്റെ അടുക്കൽ സ്ത്രീയെ പിടിച്ചുകൊണ്ട് പോകുമ്പോൾ യേശു അവിടെ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് യേശുവിന്റെ അടുക്കലേക്ക് സ്വർണ്ണ ധൂപ യേശുക്രിസ്തു അക്കാലത്തെ സ്വർണ്ണ ധൂപ റബ്ബായി. ഓർമ്മയുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. പ്രാർത്ഥന അടുക്കൽ സ്വീകരിക്കുന്ന ഒരു ഈ പാത്രം വ്യഭിചാര അതെങ്ങനെയായിരിക്കണം? കർമ്മത്തിൽ പിടിക്കപ്പെട്ട സ്ത്രീയെ ഭൂമിയിൽ കിട്ടുന്നതിലും കൊണ്ടുവരിക. ഏറ്റവും കൊണ്ടുവരുന്നിട്ട് ഒരു അവര് ലോഹം പറയുന്നുണ്ട്, കൊണ്ട് എനിക്ക് നിർമ്മിച്ച ഒരു യോഹന്നാന്റെ സുവിശേഷം പാത്രത്തിലാണ് 8-ാം അധ്യായത്തിലെ വിശുദ്ധന്മാരുടെ പ്രാർത്ഥനയെ 6 മുതലുള്ള സ്വർഗ്ഗത്തിലേക്ക് വാക്യങ്ങൾ അത് വാങ്ങുന്നത്. വളരെ സുന്ദരമായിട്ട് അപ്പൊ നോക്കുക, രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഭൂമിയിൽ ശാസ്ത്രിമാരും പ്രാർത്ഥനയ്ക്ക് പരീക്ഷന്മാരുമാണ് represents ആയിട്ട് നമ്മൾ ഈ കാണുന്നത്. ഇവരെ പിടിച്ചുകൊണ്ട് വരുന്നത്. ശാസ്ത്രിമാരും നിലവിളക്കാണ്. സമാഗമന ശാസ്ത്രിമാരെന്ന് പറയുന്നത് നിലവിളക്കിന്റെ സ്ഥാനം ഏതാണ്? പരീശന്മാർ എന്ന് പറയുന്നത് ഞങ്ങൾ സകലത്തിൽ എടുത്തു മികച്ചു വയ്ക്കുന്ന നിൽക്കുന്നു എന്ന് വസ്തു പറയുന്ന നിലവിളക്കാണ്. ഈ രണ്ട് കൂട്ടത്തിലുള്ള ആളുകൾ പണിയണം. ഈ സ്ത്രീയെ Divine പിടിച്ചുകൊണ്ട് nature യേശുവിന്റെ അടുക്കൽ ഏറ്റവും കൊണ്ടുവരും. ശുദ്ധമായിരിക്കണം. ഇപ്പൊ കർത്താവ് വാസ്തവത്തിൽ ഈ കത്തിക്കൊണ്ടിരിക്കുന്ന കുനിഞ്ഞ വിരൽ തിരികൊണ്ട് കൊണ്ട് നിലത്ത് കത്തിക്കൊണ്ടിരിക്കുന്ന എഴുതിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഇടിച്ചെടുത്ത 7-ാമത്തെ വാക്യത്തിൽ അവരോട് അവൻ ചോദിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവൻ തങ്കം കൊണ്ടുണ്ടാക്കേണ്ട ആവശ്യമൊന്നും അവൻ നിവർന്നു. അത് അല്ലേ? മറ്റേത് ചോദിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഉണ്ടാക്കിയാലും നിവർന്നു. കുഴപ്പമില്ല. നിങ്ങളിൽ പക്ഷെ പാപമില്ലാത്തവൻ പ്രാർത്ഥനയെ സൂചിപ്പിക്കാൻ അവളെ ഉപയോഗിക്കുന്ന ഈ നിലവിളക്ക് ഒന്നാമത് കല്ലെറിയട്ടെ തങ്കം കൊണ്ടുണ്ടാക്കിയതാണ്. പലരും ആളുകൾ മറന്നു പോകുന്ന ഒരു ഭാഗമുണ്ട്. എത്രമാത്രം വില പാപമില്ലാത്തവൻ കൊടുക്കുന്നു കല്ലെറിയട്ടെ. എന്നാണ് നാം കാണുന്നത്. അങ്ങനെയല്ല അത് പ്രയോഗം. തങ്കം കൊണ്ടുണ്ടാകും. അങ്ങനെ പറഞ്ഞാൽ തെറ്റിപ്പോയി. 2 അടിപ്പ് മുഴുവൻ തെറ്റി. പണിയാക്കണം എന്ന് പറഞ്ഞാൽ അത് പാപമില്ലാത്തവൻ പ്രാർത്ഥനയെ അവളെ സൂചിപ്പിക്കുന്ന ഈ ഒന്നാമത് നിലവിളക്ക് പണിയുമ്പോൾ ഇതിന് കല്ലെറിയട്ടെ 6 കവരങ്ങളുണ്ട്. അപ്പം കവരങ്ങളുണ്ട്, അവര് നടുക്കിടാനായിട്ട് നടുക്കിടാനായിട്ട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. പുഷ്പപടങ്ങളുണ്ട്, ഇങ്ങനെയുള്ളവരെ അതിന് കല്ലെറിയണം എന്ന് മുട്ടുകളുണ്ട്, മോശ ന്യായപ്രമാണത്തിൽ ചുവടുണ്ട്, ഞങ്ങളോട് പൂക്കളുണ്ട്. കൽപ്പിച്ചിരിക്കുന്നു. ഇതൊക്കെ ഉണ്ടെങ്കിൽ നീ പോലും ഇവളെ കുറിച്ച് ഇതൊരു എന്ത് പറയും? മോൾഡിനകത്ത് യേശുക്രിസ്തു വിഷമിച്ചു. 2 അതുപോലെ നിയമത്തിലൂടെ യേശു ഉണ്ടാക്കി നിൽക്കുന്നു. ഒന്ന് അടിപ്പണിയായി ന്യായപ്രമാണം, 2 ഉണ്ടാക്കുകയാണ്. രാജ്യത്തിന് കട്ടിങ്ങും ന്യായപ്രമാണത്തിന് നിയമമുണ്ട്, രാജ്യത്തിന് നിയമമുണ്ട്. അടിപ്പ് ഇപ്പൊ പണിയായി കല്ലെറിയാൻ ഈ പറയാൻ തങ്കം പറ്റത്തില്ല, കൊണ്ടുള്ള കല്ലെറിയരുതെന്നും പറയാൻ പാത്രങ്ങൾ പറ്റത്തില്ല. ഇപ്പൊ പ്രാർത്ഥനയെ കുറിച്ച് ഒരു He ആശയം majestically balanced സ്തോത്രം. the wording. പ്രാർത്ഥനയെ കുറിച്ച് ഒരു ആശയം He പുറപ്പാട് majestically പുസ്തകത്തിൽ balanced എഴുതിയിരിക്കുന്നു. the യാഗപീഠം wording. ഉണ്ടാക്കുന്ന കല്ല് രാജ്യനിയമത്തിന് എതിരാകാൻ പാടില്ല. ന്യായപ്രമാണത്തിന് ചെത്തിയ കല്ല് കല്ലുകൊണ്ട് കൊണ്ട് യാഗപീഠം ഉണ്ടാക്കരുത് എന്ന അതിനിടയിൽ പ്രമാണമുണ്ട്. കൂടെ വിദഗ്ധമായ കല്ലുകൊണ്ടാണ് ഒരു യാഗപീഠം തീരുമാനം ഉണ്ടാക്കുന്ന എടുക്കുന്നത്. വാക്യമാണ് ചെത്തിയ 7-ാമത്തെ കല്ല് വാക്യം. കൊണ്ട് പാപമില്ലാതെ നിങ്ങൾ തങ്കം കൊണ്ട് നിലവിളക്ക് ഉണ്ടാക്കുമ്പോൾ അതിന് അവളെ യാതൊരുവിധമായ ഒന്നാമത് യോജിപ്പുകളും കല്ലെറിയട്ടെ ഉണ്ടാക്കാതെ അടിപ്പ് എന്ന് പണിയായിട്ട് അത് ഉണ്ടാക്കണം. പിന്നെ യേശുക്രിസ്തു അതിനകത്ത് തിരിയിടുമ്പോഴോ ആരാണെന്നറിയാമോ? അതിനകത്ത് തിരിയിടുമ്പോൾ റബ്ബിയാണ്. പരിപൂർണ്ണ തീരുമാനമെടുത്തപ്പോൾ ആ തീരുമാനത്തിന് മുൻപിൽ മുമ്പോട്ട് ഇടണമെന്ന് ഒന്നും ചെയ്യുവാൻ കഴിയാതെ മുമ്പോട്ട് ഇടണം. സ്ത്രീയെ അത് പിടിച്ചു 37-ാം വാക്യത്തിൽ ആളുകൾ എഴുതിയിട്ടുണ്ട്. 25-നും 37-നും വായിച്ച സിസ്റ്ററെ അതിന് 7 ദീപം ഉണ്ടാക്കി റബ്ബായി നേരെ പറയുന്ന മുമ്പോട്ട് ആള് പ്രകാശിപ്പാൻ തീരുമാനമെടുക്കുന്ന തക്കവണ്ണം ദീപങ്ങളെ കൊളുത്തണം. ഏറ്റവും അവസാനത്തെ തീരുമാനം ഈ ഈ റബ്ബായുടെ ദീപം 2 അല്ലെങ്കിൽ അതിന് 7 ഏതെങ്കിലും
തിരുത്തുകൾ ന്യായപ്രമാണത്തിൽ കാലാനുസരണമായി എടുക്കേണ്ടി ദീപങ്ങളെ കൊളുത്തണം. അതെടുക്കാൻ തിരിയുണ്ടല്ലോ, അതിൽ ചുമതലപ്പെട്ടയാളാണ് ഇടിച്ചെടുത്ത തെളിവുള്ള ഒലിവെണ്ണയാണ്. കാലത്തോടാണ് ഇത് കത്തിക്കുന്നത്. സമയത്തിനനുസരിച്ച് ന്യായപ്രമാണത്തിനകത്ത് ഏതെങ്കിലും ഒരു തീരുമാനം, ഒരു തിരിയിടുമ്പോൾ എന്ത് ചെയ്യണം? ഒരു മാറ്റം വരുത്തണമെന്ന് തോന്നിയാൽ അത് വരുത്താൻ പോലും അധികാരവും ചുമതലയുമുള്ള സമാഗമന കൂടാരത്തിന്റെ ഉൾവശം മുഴുവൻ പ്രകാശിക്കത്തക്ക രീതിയിൽ പ്രകാശം കൊടുക്കുന്ന മോശക്കാണ് ചെയ്യുന്നത്. നിലവിളക്കിന്റെ അടുക്കൽ ആദ്യ ഭാഗത്ത് യോസഫിന്റെ 5 കൊച്ചുമക്കൾ പറയുന്നു തന്റെ കയ്യിൽ തീരുമാനം മാറ്റണം. വിശുദ്ധ സഹോദരനില്ല, രക്തവുമായിട്ടോ അതുകൊണ്ട് ഞങ്ങൾക്ക് ആകാശിക്കുവാൻ പുരോഹിതൻ ഈ മോശ ഇക്കാര്യം ദൈവത്തിന്റെ അടുക്കൽ പ്രവേശിക്കുമ്പോൾ ഉടനെ ദൈവം പറയുകയും തട്ടി വീഴാതെയോ കാണാതിരിക്കത്തക്ക നിലയിൽ ശരി തന്നെ എന്ന് പറഞ്ഞിട്ട് ന്യായപ്രമാണം ഈ സമാഗമന മുഴുവൻ പ്രകാശിക്കത്തക്ക ന്യായപ്രമാണത്തിന്റെ ദീപങ്ങൾ അതിന്റെ തിരികൾ അതുകൊണ്ടാണ് ക്രിസ്ത്യൻ പിന്തുടർച്ച അവകാശ നിയമത്തിനകത്ത് ക്രിസ്തീയ കുടുംബത്തിൽ അവകാശം പറഞ്ഞാൽ എന്താണ്? ഇപ്പൊ സഹോദരിമാരുടെ നടന്നു പോകുന്ന വഴിത്താരയിൽ മുന്നോട്ട് പ്രകാശം അവര് പ്രാർത്ഥിച്ചില്ലായിരുന്ന നിങ്ങൾക്ക് ഒരിഞ്ച് ഭൂമി കിട്ടുകയില്ലായിരുന്നു. സ്തോത്രം. ഓക്കെ, അപ്പം ആയാസരഹിതമായി ദൈവത്തോട് ദീപമാണ് പ്രാർത്ഥന. ദൈവത്തോട് പറഞ്ഞിട്ട് ദൈവം മുമ്പോട്ട് യാത്ര ചെയ്യുമ്പോൾ പ്രതിസന്ധികളെ തട്ടി വീഴാതെ ഒരു സപ്ലിമെന്ററി പ്രശ്ന കലുഷിതമായ, എന്നാൽ ഇവിടെ ദൈവമാണ് സാക്ഷാൽ ദൈവം എവിടെ തട്ടി വീഴാതെ ഉത്തരവാദിത്തപ്പെട്ട തരുവാൻ ദൈവം ഉണ്ടാക്കിയ പ്രമാണം കൊടുത്ത ഒരു കാര്യമാണ് പ്രാർത്ഥനയാണ്. പ്രാർത്ഥിക്കുന്ന ഒരു യേശുവിലല്ല സഞ്ചരിക്കുന്നത്. എവിടെയാണെന്നറിയാമോ? വ്യക്തി മുന്നോട്ട് പ്രകാശം കണ്ട് പ്രാർത്ഥനയുടെ പ്രകാശ ദീപത്തിൽ അവൻ സഞ്ചരിക്കുന്നു. നമുക്കൊരു സ്തോത്രം പറയാം. അതാണ് 37-ാം വാക്യത്തിൽ എഴുതിയിരിക്കുകയാണ്. അതിന്റെ ചവണകളും കരിന്തിരി പാത്രങ്ങളും പറഞ്ഞ കാര്യം എന്തെന്നറിയാമോ? നിലവിളകളുടെ ഹൃദയകാഠിന്യ നിമിത്തം അത്രേ എല്ലാവരെയും ഉപേക്ഷിപ്പാൻ മോശ അനുവദിനെ തൊടാൻ ആദിയിൽ അങ്ങനെ അല്ലാരങ്ങൾ. 9-ാം വാക്യം ഞാനോ നിങ്ങളോട് പറയുന്നു. അതിന്റെ അകത്തെ വസ്തുക്കളൊക്കെ എടുക്കാനൊക്കെ ഉപയോഗിക്കുകയോ ചെയ്യുന്ന ചവിണ ആരാണെന്ന് അറിയാൻ. അതുപോലെ തന്നെ കരിന്തിരി പാത്രം വാക്യശകം സ്വർണം കൊണ്ടുണ്ടാകും. ഞാനോ നിങ്ങളോട് പറയുന്നു. പക്ഷെ അതുപോലെ ന്യായശാസ്ത്രന്മാരും പരീക്ഷന്മാരും ഒന്നും ചോദിച്ചില്ലല്ലോ, അത് പറയാൻ നിങ്ങൾ ആരാ? അതും ഉപകരണങ്ങളൊക്കെ അങ്ങനെ പറയാൻ നിങ്ങൾ ആരും ചോദിച്ചില്ല. കാരണം ആരോടാ സംസാരിക്കുന്നുള്ള ബോധ്യം അവർക്കുണ്ടായിരുന്നു. പ്രാർത്ഥനയ്ക്ക് എത്രമാത്രം യേശു പറയാ, നമ്മൾ ഞാനോ എത്രമാത്രം ഞാനോ നിങ്ങളോട് പറയുന്നു. പരസംഗം നിമിത്തമല്ലാതെ പ്രാർത്ഥനകൾ ഭാര്യയെ ഉപേക്ഷിച്ച് ദൈവം മറ്റൊരുത്തിയെ വിവാഹം നമ്മുടെ പ്രാർത്ഥനകളിൽ നമ്മൾ കഴിക്കുന്നവൻ വ്യഭിചാരം ചെയ്യുന്നു. ശ്രദ്ധയോ ഉപേക്ഷിക്കപ്പെട്ടവളെ കഴിക്കുന്നവൻ മന്ദീഭാവങ്ങളോ, പ്രാർത്ഥനയ്ക്കകത്ത് നിരുത്സാഹമോ, പ്രാർത്ഥനയ്ക്കകത്ത് യാതൊരുവിധമായ എന്ന് പറയുന്നോ സംഭവിക്കുവാൻ പാടില്ല. ഒരു തങ്കം കൊണ്ട് ഒരു ശാശ്വത നിയമം നിലവിളക്ക്. ഞാൻ അതിന് ഒത്തിരി അർത്ഥമാത്രമല്ലാതെ എപ്പോഴും പറഞ്ഞ ഒരൊറ്റ സ്റ്റേറ്റ്മെന്റ് നിരന്തരം കത്തിക്കൊണ്ടിരിക്കുക. യേശു ഉയർത്തുകയാണ് അല്ലെ? നിരന്തരം അവൾ 26 മുതലുള്ള വാക്യം ചരിത്രത്തിൽ ഏറ്റവും വലിയ കർത്താവ് 20 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ 2 പദപ്രയോഗങ്ങൾ അവിടെ എഴുതി. ഒന്ന്, നിരന്തരത്തിൽ സ്ത്രീകൾക്ക് 20 വില കൊടുത്ത ഒരു ചരിത്രം നിരന്തരം. ഒന്ന് എല്ലാവരും ഒന്ന് പറഞ്ഞ നിരന്തരഗാമി എന്ന് പറയുന്ന വിവാഹം എല്ലപ്പോഴും ആവിഷ്കരിച്ചയാള് ആവശ്യമുള്ളപ്പോൾ കർത്താവ് യേശു ക്രിസ്തു. സ്ത്രീ സമത്വവും സ്ത്രീ സുരക്ഷയും സ്ത്രീക്ക് അർഹിക്കുന്ന എല്ലാ വിലയും ചരിത്രത്തിൽ ഒരാളുണ്ടെങ്കിൽ അത് നമ്മുടെ കർത്താവായ യേശു. ചിലയിടത്തൊക്കെ ഈ സെക്കൻഡ് സാറ്റർഡേ ഇത് ആരെങ്കിലും സഹോദരിമാരിതൊന്നും കേൾക്കുന്നുണ്ടോ? രാമേൻ പറഞ്ഞു. ചിലയിടത്ത് രാവിലെയും വൈകിട്ടും, രാവിലെ ഉണ്ടെന്നറിയില്ല, വൈകിട്ട് കത്തിക്കും. ഹല്ലേലൂയ. ചിലയിടത്ത് 40 വില നമ്മൾ ഈ നമ്മുടെ കുടുംബങ്ങളിൽ അതിന്റെ വില നമുക്ക് അറിയാം. ആവശ്യം വരുമ്പോൾ കത്തിക്കുന്നതല്ല. ഞാനൊരു എളുപ്പ വഴി പറഞ്ഞുതരാം. എന്തോ 24/7 വായനങ്ങുന്നത് 24/365. അതാണ് നിങ്ങൾക്ക് അറിയണമെങ്കിൽ അപ്പോഴൊക്കെ ഇത് നിങ്ങളുടെ ഭർത്താക്കന്മാർക്ക് ഒരു 2 ഭാര്യമാർ നിരന്തരം കത്തിക്കൊണ്ടിരിക്കും. സ്തോത്രം. ഇപ്പൊ നോക്കിയ പ്രശ്നം ഒരു സ്ത്രീയെ നോക്കിയ എപ്പോഴും കത്തിരിക്കും. പ്രാർത്ഥന അനുഭവം. അപ്പൊ 2 ഭാര്യകൾ നമ്മളുണ്ടായാൽ അത് നിരന്തരം കത്തിക്കൊണ്ടിരിക്കണം. ഇല്ലാത്തത് കൊണ്ട് എപ്പോഴും കത്തിക്കൊണ്ടിരിക്കണം.
മറ്റൊരു ഭാഗത്ത് നിങ്ങൾക്ക് every വില, day എന്ന് എഴുതിയിട്ടുണ്ട്. സ്ത്രീകൾക്ക് ലേവ്യാപുസ്തകം 24-ാം അധ്യായത്തിൽ കുടുംബജീവിതത്തിന് നിത്യവും എന്നാ മലയാളത്തിൽ ഇരിക്കുന്നത്. ഇത്രയും അർഹിക്കുന്ന ഇംഗ്ലീഷിൽ വിലയും every നിലയും day. ഉണ്ടാക്കി ലെവിറ്റിക്കസ് കർത്താവായ 24:4. യേശുക്രിസ്തു. ലേവ്യാപുസ്തകം അപ്പം 24:4 എന്താണ് യേശുക്രിസ്തു റബ്ബായി എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം നിത്യവും എന്നാ? യഹോവയുടെ സന്നിധിയിലും ഇരുത്താനും തങ്ക നിലവിളക്കിന്മേൽ നിലനിർത്താനും വെക്കണം. every day. സമൂഹത്തിൽ വരുത്തേണ്ട മാറ്റങ്ങൾ, സമൂഹത്തിൽ ഇത് വരുത്തേണ്ട ധാരാളം മാറ്റങ്ങൾ, പറയാനുണ്ട്. ഒരു സമൂഹത്തിൽ വരുത്തേണ്ടതായ എപ്പോഴും കാലങ്ങൾക്കനുസരിച്ച് മാറ്റേണ്ട മാറ്റങ്ങൾ വരുത്താൻ പ്രകാശം പരത്തുന്നത് കഴിയുന്ന ഒരാളാണ് വൈകുന്നേരം മുതൽ പ്രഭാതം വരെ. റബ്ബായി. മനസ്സിലായോ? പക്ഷേ നീങ്ങളുള്ള എപ്പോഴും റെഫറൻസുകളെല്ലാം കത്തിക്കൊണ്ടിരിക്കണം. വേദോസ്തത്തിൽ കണ്ടുപിടിക്കണേ. ഇത് reference തങ്കം എല്ലാം കൊണ്ടുണ്ടാക്കണം, കണ്ടുപിടിക്കണം. അടിപ്പുപണിയായിട്ട് ഉണ്ടാക്കണം, സ്തോത്രം. മുൻപോട്ട് പ്രകാശം an authority സമാഗമന to കൂടാരത്തിന്റെ correct ആദ്യ സ്ഥാനത്ത് authority ഇത് to കത്തിച്ചു correct വയ്ക്കണം. അപ്പൊ അതാണ് യേശുക്രിസ്തുവിന്റെ ഒന്നാമത്തെ ഒന്നാമത്തെ സ്ഥലത്ത്. ആരാണ് പ്രാർത്ഥനയ്ക്ക് യേശു? പ്രഥമ പ്രഥമ സ്ഥാനം നമ്മൾ ഇതാണ് കൊടുക്കണം. ഉത്തരം. പ്രാർത്ഥനയ്ക്ക് ഒന്നാം തിരുത്താൻ സ്ഥാനം കഴിവുള്ളവനാണ് കഴിവുള്ളവനാണ് യേശു. വേദപുസ്തകം പറയുന്നു, ന്യായപ്രമാണത്തിൽ നിങ്ങൾ തിരുത്തൽ തിരുത്തൽ വരുത്താൻ. വെളിച്ചമാകും. എങ്ങനത്തെ തിരുത്തൽ വരുത്താൻ? നിങ്ങൾ കാലാനുസൃതമായ കാലാനുസൃതമാകുന്നു എന്ന് വേദപുസ്തകം പറയുന്നു. കാലങ്ങൾക്കനുസരിച്ച ഈ വിളക്ക് തിരുത്തലുകൾ കെട്ടുപോകാൻ പാടില്ല. വരുത്താൻ വരുത്താൻ ഒരു വാക്യമുണ്ട്, കഴിവുള്ളവനാണ് അവളുടെ യേശു. വിളക്ക് രാത്രിയിൽ കെട്ടുപോകുന്നില്ല. 2 നുകം 31:18 submissive എന്നാണ് അതിന്റെ അർത്ഥം. സദൃശവാക്യം 31:18 എഴുതിയിട്ടുണ്ട്, അവളുടെ വിളക്ക് യോക്ക് എന്ന് രാത്രിയിൽ പറഞ്ഞാൽ കെട്ടുപോകുന്നില്ല. submissive. വിളക്ക് കെട്ടുപോയ അതിന് ഒരു പ്രശ്നവുമില്ല. പക്ഷേ തത്തുല്യമായ രാത്രി വാക്ക് ഗ്രീക്കിൽ ചനക് എന്നൊരു വാക്കാണ്. വിളക്ക് കെട്ടുപോയാൽ ഒരു പ്രശ്നവുമില്ല. പക്ഷെ വിളക്ക് എന്നൊരു രാത്രിയിൽ കെട്ടുപോകാൻ പാടില്ല. ചനക്ക് എന്ന വാക്കിന് അതുകൊണ്ടാണ് ഈ പുതിയ നിയമത്തിൽ എഴുതിയിരിക്കുന്നത്, വിളക്ക് കത്തിച്ച് നമ്മുടെ സഭകളിലും പറയിൻ കീഴല്ല, നമ്മുടെ തണ്ടിന്മേൽ കുടുംബങ്ങളിലും എഴുതിയിരിക്കുന്നത്. അപ്പം വീട്ടിലുള്ള എല്ലാവർക്കും പ്രകാശം ഒക്കെ കിട്ടും. അടുക്കും 4 വാക്യങ്ങളുണ്ട്, ചിട്ടയും 4 വാക്യവും ചിട്ടയുമായി 4 കാര്യങ്ങൾ വ്യത്യസ്തമായിട്ട് ക്രമപ്പെടുത്തുന്നതാണ് അതിന്റെ രസം. ചനക്ക് എന്ന് പറയുന്ന നമ്മൾ ഈ ഒരു വാക്യം വായിച്ചിരിക്കരുത്. ഈ ഇതിന് അതിന് തത്തുല്യമായ വിളക്ക് വാക്ക് കത്തിച്ച് വേണേ, എന്ന് പറയുന്ന വാക്യം ഉണ്ടല്ലോ, 4 അതും വാക്യമുണ്ട്. കറക്റ്റ് 3 സുവിശേഷത്തിൽ 4 വാക്യമുണ്ട്. Discipline. 4 വാക്യത്തിന് 4 അർത്ഥത്തിൽ Instruction. എഴുതിയിരിക്കുന്നത്. അത് യേശു പറഞ്ഞതാണ്. ട്രെയിൻ അപ്പ്. കേട്ടെ, ഈ വിളക്ക് കത്തിച്ച് ചനക്ക് പറയിൻ എന്ന് കീഴിൽ വയ്ക്കരുത്, ഉണ്ടാകുന്ന വാക്കുകളാണ്. വിളക്ക് കത്തിച്ച് കട്ടിൻ കീഴിൽ ട്രെയിൻ അപ്പ് വയ്ക്കരുത്, യുവർ ചൈൽഡ് എന്ന് എഴുതിയിട്ടുണ്ട്. വിളക്ക് കത്തിച്ച് സദൃശവാക്യം നിലവറയിൽ 22:6. വയ്ക്കരുത്, ട്രെയിൻ വിളക്ക് അപ്പ് കത്തിച്ച് യുവർ ചൈൽഡ്. പാത്രം കൊണ്ട് മൂടി വെക്കരുത്. ബാലൻ ഒറ്റ വാക്യം നടക്കേണ്ടുന്ന പക്ഷെ വഴിയിൽ 4 അതിനെ തരത്തിലെ അഭ്യസിപ്പിക്കും. 4 ആസ്പെക്റ്റിലെ കർത്താവ് ഉപയോഗിക്കുന്നത്. അങ്ങനെയുള്ള വാക്കിന് അല്ലെ, നിങ്ങൾ ചനക്ക് ലോകത്തിന് എന്ന് വെളിച്ചമാകുന്നു അടുക്കും എന്ന് പറഞ്ഞിട്ട് ചിട്ടയും കർത്താവ് പറയുകയാണ്, മത്തായി അതിരും 5:15 പറയുന്നു, വിളക്ക് വെല്ലും കത്തിച്ച് ബ്രേക്കും പറയിൻ കീഴിൽ റൂൾസും വയ്ക്കരുത്. റെഗുലേഷനും ഒക്കെ ഉള്ള Matthew chapter 5:15 ഒരു ജീവിതം. പറയിൻ കീഴിൽ വയ്ക്കരുത്. അതിനാണ് പറ എന്ന് ചനക്കം പറഞ്ഞാൽ അതിന്റെ ഉപയോഗിക്കുന്നത്. അർത്ഥം എന്നാ? ഏകകം. അളക്കുവാനുള്ള ഏകകമാണ് പറ. കുതിരയ്ക്കുള്ള അതിനകത്ത് നിങ്ങൾ ഈ കുതിരയ്ക്കുള്ള വിളക്ക് കടിഞ്ഞാൺ വയ്ക്കരുത്. എന്ന് പറഞ്ഞാൽ ലഗം. ലഗാം, നമ്മുടെ ഇപ്പൊ ഈ അളന്നും ലഗാം, തൂക്കിയുള്ള പ്രാർത്ഥന. കടിഞ്ഞാൺ. A rope നിരന്തരം in the mouth of പ്രാർത്ഥിക്കണം, a എപ്പോഴും horse. പ്രാർത്ഥിക്കണം, മടുത്തു പോകാതെ കുതിരയുടെ പ്രാർത്ഥിക്കണം, മുഖത്ത് ഇടവിടാതെ കുതിരയെ പ്രാർത്ഥിക്കണം. പാഞ്ഞു പോകുന്ന പ്രോസോ കുതിരയെ കൈമ. പിടിച്ചു നിർത്താനായിട്ട് പ്രോസോ കടിഞ്ഞാൺ കൈമ. അതാണ് ഉതകുന്നത് പോലെ സീസിംഗ് എന്നുള്ളതിന്റെ ഗ്രീക്ക് നുകം നിങ്ങൾ എങ്ങനെയാണോ അല്ലെങ്കിൽ ശ്വാസം കടിഞ്ഞാൺ. എടുക്കുന്നത് അതുപോലെ പ്രാർത്ഥിക്കണം. അതാണ് നുകം എന്നർത്ഥം. ശ്വാസം എടുക്കുകയും ശ്വാസം ചെയ്യുകയും ചെയ്യുന്നത് പോലെ ഒതുങ്ങിക്കൊടുക്കുക, ജീവന്റെ താഴ്ന്നു നിലനിൽപ്പിന് കൊടുക്കുക. ആധാരമായ ആ വാക്കാണ് ശ്വാസോച്ഛ്വാസം എങ്ങനെ നിങ്ങൾ നുകം എടുക്കുന്നുവോ എന്ന വാക്ക് അല്ലെങ്കിൽ അതുപോലെ സ്മിക എന്ന പ്രാർത്ഥിക്കണമെന്നാണ് ഗ്രീക്ക് ഭാഷയിൽ കർത്താവായ പൗലോസ് പറഞ്ഞത്. യേശു ഇടവിടാതെ പ്രാർത്ഥിക്കണം. submissive ആയിരുന്നു. ആർക്ക്? കുറച്ചു നേരം ശ്വാസം എടുക്കാതെ പിതാവായ ഇരുന്ന് ദൈവത്തിന്. കുറച്ചു നേരം. യോഹന്നാന്റെ സുവിശേഷം 6:38 ഓർഡിനേഷൻ ഉള്ള ആളാണ്. അവിടെ എഴുതിയിരിക്കുന്നു. നിങ്ങൾ പേടിക്കുന്നു. യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായം 38-ാമത്തെ വാക്യത്തിൽ, എന്നെ For ആരും I have അനുസരിക്കുന്നില്ല. come down from heaven not to my will, not to do my ഞാൻ will, ഇത്രയൊക്കെ ഉറപ്പ് but the പറഞ്ഞു. will of നിങ്ങൾ ഭരിക്കാൻ him സ്വർഗത്തിൽ who പോകുന്നേ. sent me. ഇവിടെ ശവസംസ്കാര ശുശ്രൂഷയ്ക്ക് ഞാൻ ആളും എന്റെ ഇഷ്ടമല്ല, ഗായക സംഘവും എന്നെ ഒക്കെ ഉണ്ട് അയച്ചവന്റെ ഇഷ്ടമത്രേ ചെയ്യുവാൻ എന്ന് പറഞ്ഞ ആരെങ്കിലും സ്വർഗ്ഗത്തിൽ ശ്വാസം നിന്ന് ഇറങ്ങി എടുക്കാതിരിക്കുന്നുണ്ടോ? വന്നിരിക്കുന്നു. വിടാതിരിക്കുന്നുണ്ടോ? Submissive ഇത്ര ആണ് ഉറപ്പ് യേശു. ഞാൻ എന്റെ ഇഷ്ടം പറഞ്ഞിട്ട് ചെയ്യുവാൻ തന്നില്ല. അല്ലേ? ഞാൻ എന്റെ ഇഷ്ടമല്ല, എന്നെ അയച്ചവന്റെ സ്തോത്രം. ഇഷ്ടം അത്രേ ചെയ്യുവാൻ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്നിരിക്കുന്നു. നമ്മൾ അങ്ങനെ കർത്താവായ യേശു ക്രിസ്തു ദേവാലയത്തിൽ നിന്ന് തന്റെ വീട്ടിലേക്ക് പോകുന്ന സമയത്ത് മാതാപിതാക്കന്മാർ തന്നെ അന്വേഷിച്ചു വരുന്ന ഒരു കാര്യം അവിടെ എഴുതിയിട്ടുണ്ട്. അതുപോലെ ആയിരിക്കും. അന്നേരം കർത്താവ് പറഞ്ഞ ഒരു കാര്യം ഇംഗ്ലീഷ് ബൈബിളിൽ അതിൽ വായിച്ചാൽ കൂടുതൽ കുറെ ഒരു കൂടെ തത്തുല്യ അർത്ഥവ്യാപ്തിയിൽ നമുക്ക് കിട്ടും. അവിടെ എഴുതിയിരിക്കുന്നത് വായിക്കണേ. അത്രമാത്രം ലൂക്കോസിന്റെ സുവിശേഷം അത്രമാത്രം 2-ാമത്തെ 29-ാം വാക്യം, 2-ന്-49 വാക്യം, 2:49 അവിടെ എഴുതിയിരിക്കുന്നത്, Why did you seek me? ശ്വാസം എടുക്കുക. Why did you seek me? നിങ്ങൾ ശ്വാസം എന്നെ എടുക്കുക. എന്തിനാണ് അന്വേഷിച്ചത്? ജീവനാധാരമായ അടുത്ത് പറയാണ്, Did you not know that I must be ശ്വാസം about നമ്മുടെ my ശരീരത്തിലേക്ക് father's ആവാഹിച്ചെടുക്കുന്നതിന് തുല്യമായിട്ടാണ് പ്രാർത്ഥനയെ ഇംഗ്ലീഷിൽ വാക്ക് എഴുതിയിരിക്കുന്നുണ്ടോ? വിവക്ഷിക്കുന്നത്. Did you know that അപ്പൊ മത്തായി 5:15 that I must be വയ്ക്കരുത്.
in my father's അളന്നും business. തൂക്കിയും കുറിച്ചും പ്രാർത്ഥിക്കേണ്ടതല്ല. മലയാളത്തിൽ വായിക്കാം. ദൈവത്തോട് സംസർഗം അവൻ പുലർത്തുവാൻ അവനോട്, എത്രത്തോളം നമുക്ക് എന്നെ കഴിയാമോ തിരുത്തുക അത്രത്തോളം എന്റെ ആത്മീയ ജീവിതത്തിന്റെ പിതാവിനുള്ളതിൽ വർധനവിന് ഞാൻ ഉതകും. ഇരിക്കേണ്ടത് എന്ന് നിങ്ങൾ അറിയുന്നില്ലയോ മർക്കോസ് എന്ന് 4 പറഞ്ഞു. മലയാളത്തിൽ 21 എഴുതിയിരിക്കുന്നത് എന്റെ എഴുതിയിരിക്കുന്നത് പിതാവിനുള്ളതിൽ കട്ടിലിൻ കീഴിൽ വയ്ക്കരുത് എന്ന് മാത്രമല്ല, എന്റെ പിതാവിനുള്ളതിൽ ഞാൻ അത് ഇരിക്കേണ്ടതല്ല. ഉദാഹരണമാണെങ്കിൽ നിങ്ങൾ ഒരു അറിയുന്നില്ലയോ? ഇംഗ്ലീഷ് ചേർച്ചയില്ലാത്ത ഇരിക്കുന്ന my ഉദാഹരണമാണെന്ന് father's എനിക്ക് business. തോന്നാറുണ്ട്. കട്ടില് എന്റെ വിളക്ക് കത്തിച്ച് പിതാവ് കട്ടിലിൻ കീഴില് ഒന്ന് വെച്ച് ഏത് നോക്കിയേ. കാര്യത്തിന് വേണ്ടി ആർക്കെങ്കിലും നിയോഗിച്ചെന്നെ സംശയമുണ്ട് അയച്ചുവോ, ഇന്ന് രാത്രി ഒന്ന് കത്തിച്ചു അത് വെച്ച് ഞാൻ കട്ടിലും കത്തും ചെയ്തുകൊണ്ടിരിക്കുകയാണ് കിടക്കുന്നയാളും എന്നാണ് കത്തും. യേശു പറയുന്നത്. അത്ര ഇൻ മൈ ഫാദേഴ്സ്, അത്രേ നമ്മളെല്ലാവരും ഉള്ളൂ ഇതിനകത്താകട്ടോ. കുഴപ്പം. ഇൻ മൈ ഫാദേഴ്സ് ബിസിനസ്, നേരെ സ്വർഗത്തിൽ പോകും. ഇൻ ദ ലോർഡ്സ് ബിസിനസ്. നേരെ എന്റെ സ്വർഗത്തിൽ ദൈവം എന്നെ ഏത് കാര്യത്തിന് നിയോഗിച്ചയച്ചുവോ പണ്ട് അതിനകത്ത് നാം ഒതുങ്ങി നിൽക്കണം. എന്നോടൊരു സഹോദരൻ പറഞ്ഞു, അതിനകത്ത് സ്നാനപ്പെടാൻ നമ്മൾ വന്നൊരു ഒതുങ്ങി സഹോദരനാ. അതിന് പുറത്തു പോകാൻ പാടില്ല. ഞങ്ങളിവിടെ ഓമന എന്ന് പറഞ്ഞൊരു സിസ്റ്റർ അപ്പൊ നുകം എന്ന് പറഞ്ഞാൽ എന്താണ് പറഞ്ഞേ? അദ്ദേഹത്തിന് സ്നാനപ്പെടാൻ എന്റെ അടുത്ത് വന്നപ്പോ ഞാൻ ചോദിച്ചു, Submissive. നാരായണൻ എന്തിനാ സ്നാനം? എന്റെ ദൈവം എന്നെ എന്തിനയച്ചോ എന്നോട് ആ പറഞ്ഞു, കാര്യം ഞാൻ ചെയ്യുക. എനിക്ക് സ്വർഗത്തിൽ മൂന്നാമത്തെ പോകാനാണ്. കാര്യമാണ് ഞാൻ പറഞ്ഞത് അത് അതോറിറ്റി. കേട്ട് നിന്ന അതോറിറ്റി ഞങ്ങളുടെ എന്ന സെൻട്രൽ പാസ്റ്റർ സ്മിക്ക എന്ന അദ്ദേഹം പറഞ്ഞു, സ്മിക്ക എന്നാ എന്ന പിന്നെ വാക്കിന്റെ വെള്ളത്തിനകത്ത് ഇച്ചിരി നേരം ഞാൻ മുക്കി മൂന്നാമത്തെ പിടിച്ചോണ്ടിരിക്കാന്ന് പറഞ്ഞു നിന്നെ. അതോറിറ്റി. അപ്പൊ നിനക്ക് Authority നേരെ എന്ന് പറഞ്ഞാൽ വെള്ളത്തിൽ അധികാരം. നിന്ന് സീത നേരെ യേശുക്രിസ്തു സ്വർഗത്തിൽ ആരാണ്? പോകാൻ പറ്റുന്നു. അധികാരമുള്ളവൻ. ഞാൻ പറഞ്ഞു, അത് വേണ്ടെന്ന് പറഞ്ഞു. അധികാരമുള്ളവൻ. എന്തിന്റെ മേൽ അധികാരം? സ്വർഗത്തിൽ പോകാനല്ല സ്നാനം, വചനത്തിന്റെ മേൽ അധികാരം. ജീവിക്കാനായിട്ടാ സ്നാനം. മോശയുടെ ജീവിക്കാനായിട്ടാ പെടസ്റ്റലിനെ കുറിച്ച് ഞാൻ കഴിഞ്ഞ ആഴ്ച സ്വർഗത്തിൽ ഈ പരാമർശിച്ചു. സ്നാനപ്പെടുത്തുന്ന ആളിനോട് പറഞ്ഞാൽ മതി, വചനത്തിന്റെ 5 മേൽ മിനിറ്റ്, 5 മിനിറ്റ് അധികാരമുണ്ട്. ഒന്നും വേണ്ട. ഒരു 3 വചനത്തിന്റെ മിനിറ്റ് മുക്കി വെച്ചാൽ ഉടമസ്ഥനായിരുന്നു മിക്കവാറും ദൈവം. സ്വർഗത്തിൽ പോകാൻ പറ്റും. താൻ പറയുന്നത് സംഭവിക്കും എന്ന് അപ്പൊ വിളക്ക് കത്തിച്ച് ധൈര്യത്തോടു കൂടെ കയ്യിൽ വയ്ക്കരുത്. പ്രസ്താവിച്ച ആളാണ് വിളക്ക് കത്തിച്ച് കട്ടിൽ കീഴിൽ കർത്താവായ വയ്ക്കരുത്. യേശുക്രിസ്തു. കട്ടിലിന്റെ കീഴെ വെച്ചാൽ രണ്ട്, കട്ടിലെന്തിനെ കാണിക്കുക? അശുദ്ധാത്മാക്കളുടെ മേൽ റെസ്റ്റിനെ യേശുവിന് കാണിക്കുക. അധികാരമുണ്ടായിരുന്നു. വിശ്രമത്തെ കാണിക്കുക. 3, നമ്മളെപ്പോഴാണ് പ്രകൃതിയുടെ മേൽ സമയമുള്ള യേശുക്രിസ്തുവിന് അധികാരമുണ്ടായിരുന്നു. മിച്ചം സമയം കിട്ടുമ്പോൾ അങ്ങനെ കർത്താവായ Free യേശുക്രിസ്തുവിന്റെ time കിട്ടുമ്പോൾ. അധികാര സീമകൾ വലിയതാണ്. അല്ലേ? നിങ്ങൾ എപ്പോഴാണ് ഒരു നമ്മൾ അഭിഷക്തനാണെങ്കിൽ നമുക്ക് ഒരു അധികാരമുള്ളവനായിരിക്കും. 4, അനോയിന്റിങ്. അനോയിന്റിങ് എന്ന് പറഞ്ഞാൽ ആ വാക്കിന്റെ അർത്ഥം ഞാൻ ഈ വീഡിയോ നിയോഗം. സ്ക്രീനുകളിലേക്ക് അഭിഷേകം എന്ന് നമ്മൾക്ക് പറയാമെങ്കിലും നമ്മളെപ്പോഴാ പ്രാർത്ഥിക്കുന്നത്? അനോയിന്റിങ് എന്ന വാക്കിന്റെ വൈകുന്നേരത്തെ സീരിയലെല്ലാം തീർന്ന് അഭിഷേകം എന്ന്. അഭിഷേകം എല്ലാവരും ഒത്തിരി തൂത്തെല്ലാം തെറ്റിദ്ധരിച്ചിട്ടുള്ള ഒരു സീരിയലെല്ലാം വാക്കായി കഴിഞ്ഞ് അഭിഷേകം പരസ്യത്തിന് അല്ലെങ്കിൽ anointing. ഒരു പ്രാർത്ഥന. പരിശുദ്ധാത്മാഭിഷേകത്തിന് വേണ്ടിയാണ്, അതിനു വേണ്ടി ആ കാര്യം ഉദ്ദേശിച്ചാണ് കാണാറില്ല അഭിഷേകം എന്ന് പറയുന്നത്. കാണാറില്ല. ഞാൻ ഈ കഴിഞ്ഞ ആഴ്ച ചർച്ച ചെയ്തു. രാത്രിയും പകലും പോലെ ഒരാൾ രണ്ടാണ്. ചാടി എഴുന്നേറ്റ് പറഞ്ഞു, അജഗജാന്തരം ബഹുധി എന്ന്. ആനയും പൂനയും പോലെ ഇപ്പൊ അതാണ് വ്യത്യാസമുള്ളത്. നടക്കുന്നത്. പരിശുദ്ധാത്മാഭിഷേകവും സാസ് പഹലെ അഭിഷേകവും ബഹുധി. കഴിഞ്ഞ പരിശുദ്ധാത്മാഭിഷേകം ആത്മാഭിഷേകം എന്ന് പറയുന്നത് സംതിങ് എൽസ്, അത് മറ്റൊന്ന്. പക്ഷെ പരിശുദ്ധാത്മാവിന്റെ ഈ free time അഭിഷേകത്തിനും അല്ലെങ്കിൽ നിറവിനുമാണ് ഒരു തൊഴിൽ ആളുകൾ ഒരു അഭിഷേകം ജോലി എന്ന് ഇല്ലാതിരിക്കുമ്പോൾ അഭിഷേകം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങളൊന്നും നിയോഗം എന്ന ഇല്ലാതിരിക്കുമ്പോൾ വാക്കിന്റെ അർത്ഥം നിയോഗം. നമ്മൾ യശയ്യാപ്രവാചക പുസ്തകം 61-ാമത്തെ വാക്യത്തിൽ എഴുതിയിട്ടുണ്ട്, മാറ്റി അവൻ എന്നെ നിയോഗിച്ചയച്ചിരിക്കുന്നു, എന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു. ഒന്ന് വായിച്ചേ. യശയ്യാവ് 61:1. ലൂക്കോസ് 11:33. എളിയവരോട് സദ്വർത്തമാനം ഘോഷിപ്പാൻ ലൂക്കോസ് 11:33 യഹോവ എന്നെ അഭിഷേകം ചെയ്തിരിക്കൊണ്ട് യഹോവയായ കർത്താവിന്റെ ആത്മാവ് എന്റെ മേൽ നിലവറയിൽ വയ്ക്കരുത്. നിലവറ ഹൃദയം രഹസ്യസ്ഥാനത്തെ കാണിക്കുക. അവിടെ എഴുതിയിരിക്കുന്ന യഹോവയായ രഹസ്യസ്ഥാനം, യഹോവ എന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു. സ്ഥലം. എന്തിനു വേണ്ടി എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്നെ നിലവറയിൽ നിയോഗിച്ചയച്ചിരിക്കുന്നു, എന്നെ ഈ കാര്യം ചെയ്യാൻ പറഞ്ഞയച്ചിരിക്കുന്നു. എന്തിന്? താഴെ എഴുതിയിട്ടുണ്ട്, ടൈമിൽ അത് കെട്ടുപോകും. എളിയവരോട് സദവർത്തമാനം ഘോഷിപ്പാൻ. സ്തോത്രം. അപ്പം രഹസ്യ പിന്നെ ക്രിസ്ത്യാനിയായിട്ടല്ല നമ്മൾ ജീവിക്കുന്നത്. ഹൃദയം തകർന്നവരെ മുറിവ് കെട്ടാൻ, നിലവറയിൽ വയ്ക്കുവാൻ തടവുകാർക്ക് വിടുതല്, ലൂക്കോസ് വ്യക്തന്മാർക്ക് സ്വാതന്ത്ര്യം 16 കൊടുക്കാൻ യഹോവയായ പാത്രം കർത്താവിനെ കൊണ്ട് മൂടി അഭിഷേകം ചെയ്ത് അയച്ചിരിക്കുന്നു. പാത്രം കൊണ്ട് ഞാൻ മൂടി അതിനു വേണ്ടി പാത്രം എന്ന് അഭിഷക്തനാണ്. പറയുന്നത് ഭക്ഷണത്തോട് ബന്ധപ്പെട്ട യോഹന്നാൻ കാര്യമായിട്ടാ പാത്രത്തെ തടവിലിരിക്കെ ശിഷ്യന്മാരെ പറഞ്ഞ് യേശുവിന്റെ അടുക്കൽ അയക്കുന്ന ഒരു രംഗം നമ്മൾ കാണുന്നുണ്ട്. ഈ വരുവാനുള്ളവൻ പാത്രം കൊണ്ട് മൂടി ഈ മശിഹ നീയാണോ, ഭക്ഷണാധികാരികളെ കാത്തിരിക്കണോ എന്ന് നമ്മുടെ ചോദിക്കുമ്പോൾ പറഞ്ഞു വിടുന്ന മറുപടി ശ്രദ്ധിക്കുക. ആഹാരാധികാര്യങ്ങൾ, മറുപടിക്കകത്ത് പറയുന്നത് വിശപ്പ് നമ്മുടെ ആഹാര രോഗികളൊക്കെ പ്രാർത്ഥനാ സൗഖ്യമാകുന്നു, ജീവിതത്തെ നശിപ്പിച്ചു അത്ഭുതങ്ങളും അടയാളങ്ങളൊക്കെ നടക്കുന്നു സ്തോത്രം എന്ന് പറഞ്ഞ് പറഞ്ഞയക്കുമ്പോ വയറിനോട് ബന്ധപ്പെട്ടതല്ല പ്രാർത്ഥന. വിശുദ്ധ യേശുക്രിസ്തുവിന്റെ പ്രാർത്ഥനയിൽ ഒരാൾക്ക് മനസ്സിലാകും അപേക്ഷകൾ തന്നെയാണ്, 3 അപേക്ഷ താഴെയുമാണ്. നടുക്ക് പറഞ്ഞാണ് അന്നുള്ള ആഹാരം ഞങ്ങൾക്ക് നൽകണം. ഞാനാകുന്നു അഭിഷക്തൻ. അത് ആഹാരത്തിന് മുൻഗണനയും കൊടുക്കരുത്, ടിക്കും അവഗണനയും കൊടുക്കരുത്, പരിഗണന ബ്രോക്കൺ വേൾഡിനെ, തകർന്ന
പക്ഷെ നമ്മൾ ആഹാരത്തിന് മുൻസ്ഥാനം പ്രിപ്പയർ ചെയ്യുവാനായിട്ട് ദൈവം എന്നെ അഭിഷേകം നമ്മുടെ ചെയ്തിരിക്കുകയാണ്. ശരീരത്തിൽ ആകെപ്പാടെ എന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു. ഞാനാണ് ആ അഭിഷക്തനെന്ന് കർത്താവായ യേശുക്രിസ്തു യോഹന്നാന്റെ അടുക്കൽ ഉത്തരമായി വയറ് മാത്രമേ ഇപ്പൊ ആളുകൾക്ക് വളരുന്നു. അഭിഷേകം എന്ന് പറഞ്ഞാൽ എല്ലാവരും ഒന്ന് പറഞ്ഞേ നിയോഗം. നിയോഗം വളർന്നു വരിക. പലപ്പോഴും നമ്മൾ കർത്താവായ വയറ് യേശു ഒട്ടിയാലും വിളിക്കുന്ന ഒരു മുഖത്തിന് പേരുണ്ട്, യേശു സൗന്ദര്യം ക്രിസ്തു. ഉണ്ടായിരുന്നു. യേശു പക്ഷെ ഇപ്പൊ ക്രിസ്തു. മുഖത്തിന് ഇത് സൗന്ദര്യം രണ്ടും ഉണ്ട്, രണ്ട് പൊട്ടിയിടണം, അത് പേരാകും. മാത്രമേ ഉള്ളൂ. യേശു ക്രിസ്തുവിന്റെ ഹ്യൂമൻ നെയിം അതൊക്കെ ഇട്ടു ആണ് വയറ് വീർത്തും യേശു. വന്നു, മുഖം ഒട്ടിയും വന്നു. യേശു ക്രിസ്തുവിന്റെ ഹ്യൂമൻ അങ്ങനെയല്ല. നെയിം അല്ലെ, വയറ് മനുഷ്യനാമം ഒട്ടിയാലും വേണം, മുഖത്തിനൊരു കാന്തി, മനുഷ്യനാമമാണ് വിശ്വാസികളെ കണ്ട പെട്ടെന്ന് യേശു. അറിയാം. യോഹന്നാന്റെ സുവിശേഷം അല്ലേ, നമ്മൾ കാണുന്ന 1:31 വിശ്വാസികളെ യേശു കണ്ടാൽ എന്ന് പെട്ടെന്ന് നമുക്ക് പേരിടണം. തിരിച്ചറിയാം. അതൊരു സാധാരണ പേരാ. 6 യേശുമാര് പുതിയ എന്തോ? നിയമത്തിലുണ്ട്. ഇപ്പൊ നമ്മുടെ യേശുവിനെ ഭക്ഷണം വ്യത്യസ്തനാക്കുന്നത് കഴിക്കാൻ ടേബിൾ എന്താണെന്നറിയാമോ? വേണ്ട പാസ്റ്ററെ. ക്രിസ്തുവും കൂടെ ടേബിൾ ചേരുമ്പോഴേ. ഇല്ലാത്തതുകൊണ്ട് വയറ് യേശുവിനോട് കൂടെ ക്രിസ്തു ചേരുക. എന്താ എന്തോ? ക്രിസ്തു എന്ന വാക്കിന്റെ പഴയകാല അർത്ഥം? വിശ്വാസികളെ മഷിഹാക്ക്. അവരുടെ വയറൊട്ടിയാലും മഷിഹാക്ക്. മുഖകാന്തി. മഷിഹാക്ക് എന്ന് അല്ലേ? പറഞ്ഞാൽ അഭിഷക്തൻ എന്ന വയറങ്ങ് വീർത്തു. അതിന് പക്ഷെ ഗ്രീക്കിൽ മുഖത്തിന് ഒരു ക്രിസ്റ്റോസ് കാന്തിയില്ല. എന്ന് പറയും. ക്രിസ്റ്റോസ്. അപ്പം പ്രാർത്ഥനാ ഗ്രീക്കിൽ ക്രിസ്റ്റോസ് എന്ന് ജീവിതം പറയുന്നതും കുറഞ്ഞു വരും. എബ്രായ ഭാഷയിൽ മഷിഹാക്ക് എന്ന് പ്രാർത്ഥനാ പറയുന്നതും ഒന്നാണ്. ഈ രണ്ട് കുറഞ്ഞു വാക്കിന്റെ വരും. അർത്ഥം അതുകൊണ്ട് തെരഞ്ഞെടുക്കപ്പെട്ടവൻ, കർത്താവ് പറയുകയാണ്, മാറ്റി നിർത്തിയവൻ, വിളക്ക് കത്തിച്ച് അഭിഷക്തൻ എന്നൊക്കെയാണ് അർത്ഥം. തണ്ടിന്മേൽ അപ്പോൾ നാം കർത്താവിനെ മനസ്സിലാക്കുന്നത് എങ്ങനെയാണ്? യേശുവായിട്ടല്ല. ജീവിതത്തിന് ഊന്നൽ അത് യേശു കൊടുക്കണം. മുൻ human സ്ഥാനത്ത് name ആണ്. ആദ്യ ഭൂമിയിൽ സ്ഥാനത്ത് ഒരാൾക്ക് നിലവിളക്ക് സാധാരണ സാധാരണ പേരാണ്. പക്ഷെ ഇപ്പൊ യേശുവിനെ ഇതിന്റെ അകത്ത് വ്യത്യസ്തനാക്കുന്ന എന്താണ്? ഹിന്ദു മെത്തോളജി യേശു ക്രിസ്തു നമ്മുടെ യഹൂദ വ്യത്യസ്തനാണ്, മെത്തോളജിയോട് കുറച്ചൊക്കെ അഭിഷക്തനാണ്, യോജിക്കുന്ന നിലവിളക്ക്. മാറ്റി അതുകൊണ്ടാണ് നിർത്തപ്പെട്ടവനാണ്, വിളക്കെന്ന വാക്ക് വന്നത്. അതിനായി ചുമതലപ്പെടുത്തിയവനാണ്. സന്ധ്യയ്ക്ക് എന്നാണ് വിളക്ക് വെക്കുന്നത്. യേശു സന്ധ്യയ്ക്ക്. ക്രിസ്തു എന്നുള്ള ഒരു ദിവസത്തിൽ വാക്കിന്റെ എത്ര സന്ധ്യയുണ്ട്? അപ്പൊ അത് നമ്മൾ പ്രത്യേകം മനസ്സിലാക്കണം. ഞാൻ ഇന്നാള് ചോദിച്ചു, ഒരു കർത്താവായ ദിവസത്തിൽ യേശു എത്ര സന്ധ്യയുണ്ട്? രണ്ട്. അങ്ങനെ സന്ധ്യ. അഭിഷക്തനായ ഒരു വ്യക്തി. എന്റെ സിസ്റ്ററെ, സ്തോത്രം ഒരു പറയാം. ദിവസത്തിൽ എത്ര സന്ധ്യയുണ്ട്? അഭിഷക്തനാ. ഹല്ലേലൂയ. 4 അപ്പം 4. ഒരു യഹൂദ ബാലൻ ഓമന സിസ്റ്ററെ, ഒരു ദിവസത്തിൽ ജനിച്ചു എത്ര വരുമ്പോൾ സന്ധ്യയുണ്ട്? ജനിക്കുന്നത് മുതൽ ഞാൻ അതിന്റെ ആദ്യ ഭാഗത്തേക്ക് വന്നിട്ട് പറയാം. തൽമൂദിലും തോറായിലും ഒക്കെ 5. ഒരു തരം, എഴുതിയിരിക്കുന്ന കാര്യങ്ങൾ 2 തൊട്ട് തരം. പറയാം. ഈ ഒരു യഹൂദ ബാലൻ ജനിക്കുമ്പോൾ അവരുടെ മാതാപിതാക്കളുടെ ഏറ്റവും വലിയ ആഗ്രഹം 4. ഞങ്ങളുടെ പൈതല്, 4 ഞങ്ങളുടെ മകന് ആ, ഒരു യഹൂദ ദിവസത്തിന് റബ്ബി ആകണമെന്ന്. ഞാൻ പറയാം 3 ആ സന്ധ്യ. യഹൂദ റബ്ബി ആകാൻ വേണ്ടിയാണ് ത്രിസന്ധ്യ എന്ന് മാതാപിതാക്കള് പറയുന്നത്. പാസ്റ്റർ ഒരിക്കൽ ആഗ്രഹിക്കുകയും പഠിപ്പിച്ചതാ. പ്രാർത്ഥിക്കുകയും പരിശീലിപ്പിക്കുകയും അതുകൊണ്ടാണ് ചെയ്യും. ആന്റി കൃത്യമായിട്ട് അത് അങ്ങനെ ഈ ഓർക്കുന്നത്. യഹൂദ ബാലനായ യേശുവിനെയും പ്രാതകാല മാതാപിതാക്കൾ സന്ധ്യ, അത്തരത്തിൽ പരിശീലിപ്പിച്ചു. മധ്യകാല അതിന് സന്ധ്യ, 3-4 സായം സ്റ്റേജ് സന്ധ്യ. ഒന്ന് 6 വയസ്സാകുമ്പോൾ അവരെ ഹിന്ദു ലേവ്യ മെത്തോളജി പുസ്തകം മുഴുവൻ അനുസരിച്ച് കാണാതെ പഠിക്കും. സന്ധ്യ എന്ന് പറഞ്ഞാൽ ഇതിനെ സാധിക്കുന്നത്. അജോമൻ ചോദിച്ച ചോദ്യം. അപ്പൊ പ്രാതകാല ഉത്തരമാണ് സന്ധ്യ ഞാൻ എന്ന് പറയുന്നത്. പറഞ്ഞാൽ അവരെ പ്രകാശം 6 ഇരുട്ട് വയസ്സാകുമ്പോൾ പോകുന്നു. അതാണ് പ്രഭാതം ലേവ്യ എന്ന് പറയുന്നത്. പുസ്തകം മുഴുവൻ ഇരുട്ട് കാണാതെ പോകുന്നു. എത്രാമത്തെ വയസ്സില പ്രകാശം 6-ാമത്തെ വരുന്നു. വയസ്സിൽ. അത് 6 വയസ്സുള്ളപ്പോൾ. സന്ധിക്കുകയാണ്. അതാണ് 6 പ്രാതകാല വയസ്സുള്ളപ്പോൾ സന്ധ്യ. നമ്മുടെ ഒരു കുട്ടി അപ്പോഴാണ് വിളക്ക് വയ്ക്കേണ്ടത്. 50 വാക്യം കാണാതെ അപ്പോഴാണ് പഠിക്കുമോ? വിളക്ക് വയ്ക്കേണ്ടത്. പഠിക്കത്തില്ല. എപ്പോഴാ പ്രഭാത പ്രാർത്ഥന ചെയ്യേണ്ടത്? ലേവ്യ പുസ്തകത്തിന്റെ നമ്മൾ അകത്ത് എഴുന്നേറ്റ് യേശു വരുമ്പോഴാ എന്നൊരു പ്രഭാത വാക്കേ ഇല്ല. പ്രാർത്ഥന. ഒരു വാക്കേ ഇല്ല. അതിരാവിലെ പക്ഷെ ലേവ്യ പുസ്തകത്തിലെ മുഴുവൻ വാക്കുകളിലും യേശു ഉണ്ട്. എപ്പോഴാ സമയം എത്രയായി? 9. എങ്ങനെയുണ്ട്? എബ്രായ ഭാഷയിലുണ്ട്, മലയാളത്തിലും ഇല്ല, ഇംഗ്ലീഷിലും ഇല്ല. എപ്പോഴാ എബ്രായ ഭാഷയിൽ എങ്ങനെ ഉണ്ട്? മഗ്ദലക്കാരത്തി മറിയ ലേവ്യ കല്ലറയ്ക്കൽ പുസ്തകത്തിന്റെ പോയത് ഓരോ അതിരാവിലെ വാക്കിലും ഇരുട്ടുള്ളപ്പോൾ. അതിന്റെ ആദ്യ യാമങ്ങളെ കുറിച്ച് പറയുമ്പോൾ അലേഫ് എന്ന് പറയുന്ന എത്രാമത്തെ ഒരു യാമത്തിലാ ചെറിയ മഞ്ഞ് അക്ഷരം. പൊഴിയുന്നത്? മന്ന അലേഫ്. പൊഴിയുന്നെന്ന് അറിയാമോ? അത് ചെറുതായിട്ട് ഇങ്ങനെ എഴുതി വെച്ചിരിക്കും. മന്ന പൊഴിയുമ്പോ ആദ്യത്തെ അക്ഷരം എബ്രായ ദൈവജനം എഴുന്നേൽക്കണം. അക്ഷരമാലയിലെ ആ. ആദ്യത്തെ മന്ന അക്ഷരമായ പൊഴിയുമ്പോൾ അലേഫ്. ദൈവജനം ഓരോ എഴുന്നേൽക്കണം. വാക്കിന്റെ ആദ്യം ഇങ്ങനെ എഴുതി മന്ന വെക്കും. ഈ ഉച്ചയ്ക്കല്ല അലേഫ് പ്രഭാതത്തിലല്ല കർത്താവായ പെയ്യുന്നത്. യേശു ക്രിസ്തുവിനെ മന്ന കാണിക്കുന്നു. പെയ്യുമ്പോൾ ഇസ്രായേൽ ജനം ലേവ്യ എഴുന്നേൽക്കണം. പുസ്തകത്തിൽ എഴുന്നേറ്റ് മന്ന നിറഞ്ഞു പുറക്കണം. നിൽക്കുന്നത് വെയിൽ കർത്താവായ ഉറയ്ക്കുമ്പോൾ യേശു ക്രിസ്തു. മന്ന ഉരുകിപ്പോകും. നമ്മുടെ മലയാളത്തിൽ ലേവ്യ പുസ്തകം എന്ന് മന്ന വായിക്കുമ്പോൾ കിട്ടത്തില്ല. എബ്രായ ഭാഷയിലെ അത് ആ daily പുസ്തകത്തിന്റെ bread ആണ് മന്ന. തലക്കെട്ട് വയക്ര. ഒരുവന് രാവിലെ മന്ന വയക്ര. പൊഴിയുമ്പോൾ ഒരുവൻ മന്ന വയക്ര പെറുക്കിയില്ലെങ്കിൽ എന്ന് പറഞ്ഞാൽ അവൻ he താമസിച്ചു എന്നുള്ള അവൻ കാരണത്താൽ അവന് വേണ്ടി വിളിച്ചു മന്ന പൊഴിയുന്നില്ല. എന്നാണ് അവൻ ആ വാക്കിന്റെ അർത്ഥം. പകല് അവൻ മുഴുവൻ പട്ടിണി വിളിച്ചു. കിടക്കേണ്ടി വരും. അപ്പൊ 6 പ്രഭാത പ്രാർത്ഥന വയസ്സാകുമ്പോൾ വിശ്വാസികൾക്ക് വളരെ ഒരു important ആണ്. യഹൂദ ബാലൻ ലേവ്യ അപ്പോ പ്രാതകാല സന്ധ്യ, മുഴുവൻ കാണാതെ പിന്നെ പഠിക്കും. മധ്യകാല സന്ധ്യ, അങ്ങനെ കാണാതെ അത് പഠിക്കുന്ന എത്ര മണി തൊട്ടാ സ്റ്റേജിന് മാസ്റ്റർ? പറയുന്ന പേരാണ് പ്രാതകാലം. ബേത് ഞാനൊരു സെഫർ. ദിവസം ഈ യാമങ്ങളെ കുറിച്ച് ബേത് വലിയ സെഫർ. സ്റ്റഡി ഉണ്ട്. ഞാൻ യാമങ്ങളെ താഴെ കുറിച്ച് എഴുതാമേ. പഠനമുണ്ട്. യജമാനൻ സന്ധിക്കോ രാത്രി ആ, കോഴി കൂവുന്നു. അർദ്ധരാത്രിക്കോ ബേത് കോഴി സെഫർ.
ഏത് നേരത്ത് എഴുതിയാലും അറിയില്ല, എഴുതിയാലും കുഴപ്പമില്ല. ആ 4 യാമം ബേത്ത്. പക്ഷേ സെഫർ ഒന്ന് പറഞ്ഞുകൊണ്ടിരിക്കും. നാലാമത്തെ യാമം ആരംഭിക്കുമ്പോഴാണ് നമ്മള് മഞ്ഞ് പൊഴിയുന്നത്. ബേത്ത് എന്ന് പറഞ്ഞാൽ മന്ന പൊഴിയുന്നത്. ഹൗസ് മന്ന പൊഴിയുന്നത് മഞ്ഞിനോട് കൂടെയാണ്. സെഫർ എന്ന് പറഞ്ഞാൽ ബുക്ക് എന്നാണ്. സെഫർ എന്ന് പറഞ്ഞാൽ നല്ല ഫ്രിഡ്ജിനകത്ത് ലഹം എന്ന് കേട്ടിട്ടില്ലേ? ഫ്രഷ് ആയി 2 വാക്കാണ്. ബേത്ത്, അത് ലഹം. ആ സമയത്ത് എന്ന് പറഞ്ഞാൽ ബ്രെഡ് എന്നർത്ഥം. ലഹം ഇസ്രായേൽ മക്കൾക്കുള്ള നിയമമാണ്. ബേത്ത്ലഹേം എന്നല്ല ആ സമയത്ത് ബേത്ത്ലഹം എന്നാണ്. പിന്നെ കാര്യത്തിലേക്ക് വരാൻ ഒന്നാമത്തെ സ്റ്റേജ് ബേത്ത് സെഫർ, അത് ഉച്ചയ്ക്കാണ്. ബേത്ത് സെഫർ എന്ന് പറഞ്ഞാൽ അത് സൺഡേ സ്കൂളല്ല. അപ്പോഴും അവർ പ്രാർത്ഥിക്കുന്നു. സൺഡേ സ്കൂളിന് മുൻപ് മൂന്നാമത്തേതാണ് ലഭിക്കുന്ന അഭ്യസനത്തിന് പ്രകാശമാണ് വരുന്നത്. നമ്മുടെ എല്ലാ കുടുംബങ്ങളിലും ഇത് ഉണ്ടായിട്ട് വിളക്ക് വയ്ക്കുന്നു. ആ സമയത്ത് കുഞ്ഞുങ്ങളെ സൺഡേ സ്കൂളിൽ വിട്ട് സന്ധ്യാപ്രാർത്ഥന മാതാപിതാക്കള് ദൈവമക്കളുടെ കൊച്ചുമക്കളുണ്ടെങ്കിൽ അവരെ സൺഡേ സ്കൂളിൽ നമ്മുടെ പോയി സന്ധ്യാപ്രാർത്ഥനയാണ് യഹൂദന്മാരുടെ പ്രഭാത പ്രാർത്ഥന. പക്ഷെ സൺഡേ സ്കൂളിൽ പഠിക്കുന്നതിനേക്കാൾ ഉപരി അസ്തമിക്കുമ്പോൾ എല്ലാ വീടുകളിലും പിറ്റേ ദിവസം ആരും പറയാണ് എല്ലാ പ്രഭാത പ്രാർത്ഥനയാണ്. നമ്മുടെ സന്ധ്യാപ്രാർത്ഥന എന്തായിരുന്നാലും അവിടെയാണ് അസ്തമിക്കുമ്പോൾ പ്രകാശം പോകുന്നു, ഇരുട്ട് വരുമ്പോൾ സന്ധ്യാപദേശമൊന്നും ഇല്ലല്ലോ അല്ലെ, ചെയ്തിരിക്കണം അല്ലെ. ബാലൻ നടക്കേണ്ടുന്ന വഴിയിൽ അവനെ മെത്തോളജി അനുസരിച്ച് പ്രാർത്ഥനയ്ക്ക് 3 മാറുകയും ഉച്ചയ്ക്ക് വീട്ടിലെ അഭ്യസനം വൈകുന്നേരം 7 തീയതി ഇങ്ങനെ ഇട്ടാണ്. ബേത്ത് സെഫർ കഴിഞ്ഞാൽ ആരും നോക്കാറൊന്നുമില്ല. ഈ കുട്ടി 6 വയസ്സ് പഠിച്ച കാലത്ത് ഈ കുട്ടിയെ സിനഗോഗിൽ കൊണ്ടുവരും. അദ്ദേഹം ഇപ്പോൾ ലോക്കൽ സിനഗോഗിൽ കൊണ്ടുവന്നതിന് ശേഷം ആ മനുഷ്യനാണ് ഞങ്ങളെ അവിടെ വെച്ച് വാസ്തുകലയും ഈ ലേവ്യ കാര്യങ്ങളൊക്കെ പഠിപ്പിച്ച് കാണാതെ പറഞ്ഞു കേൾപ്പിക്കും. റബ്ബിയെ രാവിലെ 3 തിരി അവിടുന്ന് ഉത്തരവാദിത്തപ്പെട്ടയാളെ ഇത് പറഞ്ഞു നമ്മുടെ പ്രാണനും ദേഹത്തെ ആത്മാവിനെ നടക്കണം. 5 മനുഷ്യന്റെ ശരീരത്തിലുള്ള 5 പ്രാണനുണ്ടെന്ന് ഒരു 12ാമത്തെ വയസ്സ് 12ാമത്തെ വയസ്സില് സിനഗോഗിൽ കൊണ്ടുവന്നിട്ട് പ്രാണനെ കാണിക്കുന്നു. ഈ കുട്ടി എന്ന് പറയുന്നത് ധാതുക്കളെ കാണിക്കുന്നു. 3ാമത്തെ സ്റ്റേജ് 12ാമത്തെ വയസ്സില് ഈ കുട്ടി വീണ്ടും പ്രധാനപ്പെട്ട സിനഗോഗിൽ വരും. മജ്ജ, മേധസ് നമ്മൾ പറയുന്ന ധാതുക്കൾ, ശരീരത്തിലെ സപ്തധാതുക്കളെ പ്രതിനിധീകരിച്ചുകൊണ്ട് 7 തീയതി പ്രാർത്ഥിക്കുന്നു. എനിവേ അവൻ അറിയണം ശാസ്ത്രിമാരോടും റബ്ബിമാരോടും പ്രധാനപ്പെട്ട ആളുകളോടും അങ്ങോട്ട് ഇമ്പോർട്ടൻസ് കൊടുക്കണം. ഒരു കൂടാരം ചമച്ചു, അതിന്റെ ആദ്യ നമ്മള് നിലവിളക്ക് വെച്ചു, സുശേഷം 2:40 നിലവിളക്ക് വെച്ചു. അപ്പൊ ഇന്ന് 46 വായിക്കുകയാണ്. ആദ്യ ഭാഗത്ത് ദിവസത്തിന്റേതായ ദേവാലയത്തിൽ ഉപദേഷ്ടാക്കളുടേതായിരുന്നിരിക്കുന്നതും ജീവിതത്തിന്റെ ഏത് അവരുടെ ഉപദേശം കേൾക്കുകയും അവരോട് ചോദിക്കുകയും അതാണ് കർത്താവായ യേശുക്രിസ്തു ചെയ്തത്. വായിച്ചേ, ഒരു മോർണിംഗ് പ്രെയർ എന്ന് പറയുന്ന ഒരു സിസ്റ്റം തന്നെ കർത്താവായ യേശുക്രിസ്തു. മോർണിംഗ് പ്രെയർ എന്ന് പറയുന്ന ഒരു സിസ്റ്റം. രാവിലെ എഴുന്നേറ്റ് കർത്താവ് പ്രാർത്ഥിക്കുക. 47 അത് അവന്റെ വാക്ക് കേട്ടവർക്കെല്ലാവർക്കും അവന്റെ വിവേകത്തിൽ സുവിശേഷം 14:23. അവനെ കണ്ടിട്ട് അവർ അതിശയിച്ചു. ഇതാണ് അടുത്ത സ്റ്റേജ്. ഓക്കെ, 12ാമത്തെ വയസ്സിലാണ് അവൻ പുരുഷാരത്തെ പറഞ്ഞയച്ചിട്ട് പ്രാർത്ഥിപ്പാൻ തനിയെ മലയിൽ കയറി. വൈകുന്നേരമായപ്പോൾ ഏകനായി അവിടെ ഇരുന്നു ദേവാലയത്തിൽ വന്നിട്ട് കരവിട്ട് പല നാഴികൾ ഉപദേശം പറയുക. ഉപദേഷ്ടാക്കന്മാരുടെ നടുവിലിരിക്കുക, അവരോട് ചോദ്യം ചോദിക്കുക. അതാണ് 12ാമത്തെ വയസ്സിൽ നടക്കുന്ന അടുത്ത കാര്യം. അവിടുന്ന് കർത്താവായ യേശുക്രിസ്തു അതെല്ലാം കഴിഞ്ഞ് അധികാലത്ത് ഇരുട്ടോടെ അവൻ എഴുന്നേറ്റ് പുറപ്പെട്ട് ഒരു നിർജ്ജന പ്രദേശത്ത് ചെന്ന് പ്രാർത്ഥിച്ചു. തടസ്സപ്പെടുത്താതെ ഉണ്ടോ ഇവിടെ നമ്മൾ കാണുന്നത്. യാത്ര ചെയ്ത് ഗലീലയിലേക്ക് പോകുന്നത് ആദ്യത്തെ വിശ്രമസ്ഥാനത്തിന് പറയുന്ന പേര് പതിവ് പോലെ അതിരാവിലെ ഇരുട്ടുള്ളപ്പോൾ ഇറങ്ങി പുറപ്പെടുന്ന ആദ്യത്തെ വിശ്രമ സ്ഥലമായ ബീരയിലെത്തിയപ്പോൾ യേശുവിനെ കാണുന്നില്ല. കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ അവർ തിരിച്ചു നടന്നു. വിചാരിച്ചു വിത്ത് പ്രയർ. യേശുവിനെ കാണാതെ വന്നപ്പോൾ അവർ തിരിച്ച് ദേവാലയത്തിലേക്ക് ചെല്ലുമ്പോൾ ആ ദിവസത്തെ ശുശ്രൂഷ ആരംഭിക്കുന്നത് പ്രാർത്ഥനയിലായിരുന്നു. ശുശ്രൂഷ അവസാനിപ്പിച്ചത് പ്രാർത്ഥനയിലാണ്. ഏറ്റവും അവസാനത്തിനുള്ളതിൽ ഞാൻ ഇരിക്കുന്നു.
നിങ്ങൾ പക്ഷേ അറിയില്ലയോ യേശുക്രിസ്തു എന്ന് ചോദിച്ചു. സ്വതന്ത്രനായി അതാണ് ഏറ്റവും മൂന്നാമത്തെ അവസാനം പ്രാർത്ഥിച്ച് സ്റ്റേജ്. നിർത്തിയത് ഗത്സമനയില. നാലാമത്തെ സ്റ്റേജ് അതോടൊപ്പം 30-ാമത്തെ വയസ്സിൽ. യേശുക്രിസ്തുവിന്റെ ശുശ്രൂഷയിൽ 30-ാമത്തെ ഉടനീളം വയസ്സിൽ. പ്രാർത്ഥന നമുക്ക് 30-ാമത്തെ കാണാൻ വയസ്സിൽ കഴിയും. യേശു അപ്പം ദേവാലയത്തിൽ started വരും. the ministry with prayer and ദേവാലയത്തിൽ end the ministry വന്നിട്ട് with prayer. മുഴുവൻ throughout the ministry, ന്യായപ്രമാണവും he prayed to the തൽമൂദും Lord. അവൻ കർത്താവിനോട് പ്രാർത്ഥിക്കുന്നതായിട്ട് മിസ്നയും നമുക്ക് കാണാൻ കഴിയും. അവിടെയുള്ള പ്രാർത്ഥനയ്ക്ക് എത്രമാത്രം പ്രധാനപ്പെട്ട ഇമ്പോർട്ടൻസ് കർത്താവ് കൊടുക്കുന്നു. അന്നത്തെ കാലത്തെ യേശുക്രിസ്തുവിന്റെ മഹാപുരോഹിതന്മാരെയും 25 പ്രാർത്ഥന ഗുരുക്കന്മാരെയും ഒന്ന് റബ്ബിമാരെയും ചെയ്യാം. പറഞ്ഞ് നമുക്ക് കേൾപ്പിക്കണം. പഠിക്കണം. കാരണം നമ്മളെ അന്നത്തെ ലോർഡ്സ് പ്രേയർ ആണല്ലോ തുടങ്ങിയത്. പ്രധാനപ്പെട്ട ലോർഡ്സ് പ്രേയർ പെസഹ പോലെ പെരുന്നാളിനാണ് important ആയിട്ടുള്ള മഹാപുരോഹിതരാണ്. prayer ആണ്. ബാക്കി എല്ലാ പ്രാർത്ഥന അന്നാണ് ഗുരുക്കന്മാർ ഇതെല്ലാം വരുന്നത്. അപ്പൊ കുറിച്ച് അന്നാണ് വയ്ക്കണം. അവിടുത്തെ ഈ പ്രധാനപ്പെട്ട ഉപദേഷ്ടാക്കന്മാരെല്ലാവരും ആ ഒത്തുകൂടുന്ന സ്ഥലം അന്നാണ്. അധികം അപ്പൊ അന്ന് ഒന്ന് ഈ വായിക്കാം. ഇങ്ങനെ പറയപ്പെടുന്ന അതിന്റെ ആളുകൾ പ്രാർത്ഥന അവിടെ എന്ന വരണം. വാക്ക് ചിലപ്പോൾ ധാരാളം കണ്ടെന്ന് പേര് വരികയില്ല. പക്ഷെ അവൻ ധാരാളം ചെയ്തത് പേരിൽ മുമ്പേ ഞാൻ പറഞ്ഞതുപോലെ നിന്നുള്ള verbal selection അവിടെ അതിന് നടക്കും. വേണ്ടി ഞാൻ പറഞ്ഞു അത് കർത്താവ് യേശു ക്രിസ്തു അവിടെ ചെയ്തത് ചെല്ലുന്നു. പ്രാർത്ഥനയാണ്. അങ്ങനെ യേശു അങ്ങനെ ക്രിസ്തു ഉപദേഷ്ടാക്കന്മാരുടെ നീണ്ടുള്ള നടുവിൽ 25 അവിടെ ഇരിക്കുന്നു. പ്രാർത്ഥനകളോളം അതൊക്കെ നമുക്ക് മറ്റു കാണാൻ കഴിയും. പുസ്തകങ്ങളിലൊക്കെയാണ് കർത്താവായ യേശു വിവരിച്ചിരിക്കുന്നത്. ക്രിസ്തുവിന് മുഴുവൻ 30 ന്യായപ്രമാണവും ശുശ്രൂഷ ആരംഭിക്കുമ്പോൾ സ്നാനപ്പെടുന്നു. ചോദ്യമില്ലാത്ത സ്നാനപ്പെടുമ്പോൾ നിലകളിൽ പ്രാർത്ഥിക്കുന്നു. അവരതിനെ അവിടെ പറഞ്ഞു തൊട്ടാണ് നമ്മൾ കേൾപ്പിക്കുന്നത്. ആരംഭിക്കുന്നത്. പിന്നെ തൽമൂദ്, മുമ്പോട്ടുള്ള 2 തൽമൂദ് ഉണ്ട്. 30 വയസ്സുള്ള ആ തൽമൂദുകൾ ബാബിലോണിയൻ ചരിത്രങ്ങൾ തൽമൂദുണ്ട്, വളരെ ഗലീലിയൻ വിരളമായിട്ട് തൽമൂദുണ്ട്. കാണുന്നു. ഈ പൂർണ്ണ തൽമൂദുകൾ ചരിത്രം പറയണം. നമ്മൾ കാണുന്നില്ല. തോറ കർത്താവായ കഴിഞ്ഞാൽ യേശു അവരുടെ ക്രിസ്തുവിന്റെ ശുശ്രൂഷ വിശുദ്ധ ആരംഭിക്കുന്നത് പുസ്തകമാണ് എന്തുകൊണ്ടാണ് അവിടെ തൊട്ട് തൽമൂദ്. ആരംഭിച്ചെന്ന് ചോദിച്ചാൽ അതുപോലെ തന്നെ അവിടെ മിസ്ന. തൊട്ടാണ് കർത്താവിന്റെ മിസ്ന എന്ന് പറഞ്ഞാൽ പ്രവൃത്തി ഓറൽ ആരംഭിക്കുന്നത്. തോറ അതുകൊണ്ടാണ് എന്നാണ്. ഓറൽ തോറ. ബാല്യകാലം എങ്ങനെ റിട്ടൺ ചെലവഴിച്ചു, തോറയുണ്ട്. എന്തെല്ലാം ഓറൽ ആഹാരം തോറയുണ്ട്. കഴിച്ചു, ഏത് അപ്പൊ വസ്ത്രം റിട്ടൺ തോറായ ഏത് വീട്ടിലാണ് താമസിച്ചത് തോറായും ഇതൊന്നുമല്ല ബൈബിളിന്റെ ഗ്രന്ഥങ്ങളും importance. കർത്താവായ യേശു ക്രിസ്തുവിന്റെ ലൈഫിന്റെ അതോടൊപ്പം importance തന്നെ ഓറൽ അല്ലെങ്കിൽ ആ തോറായും. രക്ഷണ പ്രവർത്തിക്ക് അതാണ് വേണ്ടിയുള്ള മിസ്ന എന്ന് കർത്താവിന്റെ പറയുന്നത്. ഉരുക്കം രണ്ടും വിശുദ്ധ ആരംഭിക്കുന്നത് ഗ്രന്ഥങ്ങളാണ്. താൻ ഒരു റബ്ബായി ആകുമ്പോഴാണ്. ഇതെല്ലാം നിറപടിയായി ഭംഗിയായി നിത്യസ്മിക്ക. അവിടുത്തെ ഉപദേഷ്ടാക്കന്മാരെയും പ്രധാന ആചാര്യന്മാരെയും അതിനെക്കുറിച്ച് എനിക്ക് തോന്നുന്നു അദ്ദേഹം അടുത്ത സമയം പറഞ്ഞു. പോയി അടുത്ത ക്ലാസ്സിൽ ഞാൻ അതിനുശേഷം എന്താണ് അതിന്റെ ഏറ്റവും അർത്ഥം? യേശുക്രിസ്തു ആര്? അവസാനത്തെ നടപടിക്രമങ്ങളിൽ ജീസസ് ഒന്നാണ് എന്നുള്ളതിനെ കുറിച്ച് ഒരു സ്നാനം. ചിത്രം ഞാൻ പറയാം. ആ സ്നാനത്തിന് ഭാഷയിൽ പറയുന്ന പേരാണ് റബ്ബായി. എല്ലാവരും എന്നെ കേൾക്കുന്നുണ്ടോ? സ്മിക്ക എന്ന വാക്കിന്റെ അർത്ഥം prayer അഭിഷേകം. ആണെങ്കിലും നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു ആരാന്നാ ഞാൻ ഈ അഭിഷേകത്തിന് എബ്രായ ഭാഷയിൽ അല്ലാതെ യേശു എന്ന് പറഞ്ഞ അബ്ര- കാര്യം മൂന്നർത്ഥം. യേശു ആരാന്നറിയ ഹു ഈസ് ജീസസ്. ഹല്ലേലൂയ. അതിൽ ഏറ്റവും അവസാനത്തെ നടപടിക്രമങ്ങളുടെ അവസാനം വരുന്നതാണ് സ്നാനം. ഈ സ്നാനത്തിന് പറയുന്ന പേരെന്താ? തെബില്ലാഹ്. പറഞ്ഞേ, തെബില്ലാഹ്. ഒന്നാമത് അതിന്റെ അർത്ഥം നുകമെന്ന സ്പെല്ലിംഗ്. നുകം. റബായി സ്മിക്ക എന്ന വാക്കിന്റെ ഒന്നാമത്തെ അർത്ഥം നുകമെന്ന, യോക്ക്. തെബില്ലാഹ്. ഈ സ്നാനത്തിന്റെ വ്യത്യാസമാണ് ഞാൻ ഈ പറഞ്ഞു വരുന്നത്. പഴയ നിയമത്തിൽ സ്നാനം ഉണ്ടോ? ഉണ്ട്. നമ്മൾ മലയാളത്തിലല്ല സ്നാനം എന്ന് എഴുതിയിരിക്കുന്നത്. പക്ഷെ അതിന്റെ എബ്രായ വാക്ക് മിക് വേ എന്ന, മിക് വേ. അതും താഴെ എഴുതും, മിക് വേ. ഞാൻ പറഞ്ഞിട്ടുണ്ടെന്നാ തോന്നുന്നു അല്ലേ ഡോക്ടറെ? അതെ അതെ പറഞ്ഞിട്ടുണ്ട്. മിക്വേ എന്ന് പറയും. പഴയ നിയമത്തിലെല്ലാം അത് സ്നാനങ്ങളെയും, അത് ആക്ച്വലി സ്നാനമല്ല. നമ്മൾ സ്നാനം എന്ന് പറയുമ്പോൾ മുഴുകൽ എന്നൊരു ചിന്ത വരും. അത് ക്ലെൻസിങ് ആണ്, കഴുകലാണ്. പഴയ നിയമത്തിൽ പ്രതിപാദിച്ചിരിക്കുന്ന എല്ലാ കഴുകലാണ് പഴയ നിയമത്തിൽ. അതിനെല്ലാം മിക്വേ എന്നാണ് പറയുന്നത്. മിക്വേ. ഒരു പാത്രം വെള്ളം കൊണ്ടുവന്നാൽ മിക്വേ നടക്കും. പക്ഷെ ഒരു ബക്കറ്റ് വെള്ളം കൊണ്ടുവന്നാൽ തെവില്ല നടക്കുകയില്ല. അപ്പൊ തെവില്ല നടക്കുന്നത് ഇവിടെയാണ്. നോക്കണം, മിക്വേ തെവില്ലയായിട്ട് മാറുന്നത് യേശുക്രിസ്തുവിന്റെ കാലത്താണ്. യേശുക്രിസ്തുവിന്റെ സ്നാനത്തോടു കൂടിയാണ്. അതുവരെയും കഴുകലാണ്. ഞാൻ നമ്മുടെ ഗ്രൂപ്പിനകത്ത് ഒരിക്കലും അതിനെ നോട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു. എന്താ ഈ കഴുകൽ എന്ന് പറയുന്നത്? പ്രീസ്ലി വാഷിംഗ് ഉണ്ട്, ജെന്റൈൽ വാഷിംഗ് ഉണ്ട്, ഡെഡ് ബോഡിയെ തൊടുമ്പോഴുള്ള വാഷിംഗ് ഉണ്ട്, അശുദ്ധരായിരിക്കുന്ന ആളുകൾ വാഷ് ചെയ്യുന്നുണ്ട്, ശത്രുക്കളുടെ ഉപകരണങ്ങളോ ആയുധങ്ങളോ പിടിച്ചുകൊണ്ട് വരുമ്പോൾ അത് ഉപയോഗിക്കുന്നതിന് മുൻപ് അത് കഴുകുന്നുണ്ട്. ഇതിനെല്ലാം മിക്വേ എന്നാ പറയുന്നത്, മിക്വേ. പക്ഷേ ഇവിടെ മിക്വേ തെവില്ലയായിട്ട് മാറുക. തെവില്ലയുടെ അർത്ഥം എന്നറിയാമോ? ബാപ്റ്റിസോ, മുഴുകൽ സ്നാനമെന്ന്. ഇപ്പൊ കർത്താവായ യേശു ക്രിസ്തു സ്നാനപ്പെടാനായിട്ട് യോഹന്നാന്റെ അടുത്തേക്ക് വരികയാണ്. യോഹന്നാന്റെ അടുക്കലേക്ക് വരുമ്പോൾ കർത്താവായ യേശു ക്രിസ്തു റബ്ബായി വിത്ത് സ്മിക്കയാണെന്ന് തെളിയിക്കണമെങ്കിൽ
ഏറ്റവും കുറഞ്ഞ് 2 സാക്ഷ്യം വേണം, 2 വിറ്റ്നസ് വേണം. അതിലൊരു വിറ്റ്നസ് ആരാണെന്ന് അറിയാമോ? യോഹന്നാനാ. യോഹന്നാൻ പറയുന്നു, ഇതാ ലോകത്തിന്റെ പാപത്തെ ചുമക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട്. ദ ഫസ്റ്റ് വിറ്റ്നസ്. സെക്കൻഡ് വിറ്റ്നസ് സ്വർഗത്തിലെ ദൈവമാണ്. സ്വർഗത്തിലെ ദൈവം പറയുന്നു, ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് 2 വിറ്റ്നസ് വരുന്നുണ്ട്. അങ്ങനെ യേശു ക്രിസ്തു വെള്ളത്തിൽ ഇറങ്ങി സ്നാനപ്പെട്ടു. യേശു സ്നാനം ഏറ്റ ഉടനെ സ്വർഗത്തിലൊരു ശബ്ദം കേൾക്കുന്നു. പരിശുദ്ധാത്മാവ് പ്രാവ് പോലെ താഴോട്ട് ഇറങ്ങി വരുന്നു. പുത്രനായ യേശു ക്രിസ്തു വെള്ളത്തിൽ നിൽക്കുന്നു. 3 തിരുമേനിമാർ ഒരുമിച്ച് നിൽക്കുക. അതാ സ്നാനം. ഹല്ലേലൂയ. തൃത്വത്തെ 3 പേര് ഒരുമിച്ച് കണ്ട ഉലകത്തിൽ ഒരാളുണ്ടെങ്കിൽ അത് യോഹന്നാൻ സ്നാപകനാ. സ്തോത്രം. തൃത്വത്തെ, പിതാവായ ദൈവത്തെയും തന്റെ ശബ്ദത്തെയും പരിശുദ്ധാത്മാവാം ദൈവത്തെയും കർത്താവായ യേശു ക്രിസ്തു എന്ന ദൈവത്തെയും സ്വന്തം കണ്ണുകൊണ്ട് നേരിൽ കണ്ടയാളാണ് യോഹന്നാൻ സ്നാപകൻ. അതുകൊണ്ട് യോഹന്നാൻ സ്നാപകനെ കുറിച്ച് വേദപുസ്തകത്തിൽ എഴുതിയിരിക്കുന്നത് സ്ത്രീകളിൽ നിന്ന് ജനിച്ചവരിൽ ഏറ്റവും വലിയവനാണ്. സ്തോത്രം. ആരും ഒരു ഹല്ലേലൂയ പോലും പറയുന്നില്ല. സ്തോത്രം. അപ്പം കർത്താവായ യേശു ക്രിസ്തു വെള്ളത്തിൽ നിന്ന് പുറത്തിറങ്ങി വരുന്നു. ഒരു പുരോഹിതൻ 30-ാമത്തെ വയസ്സിൽ ശുശ്രൂഷ ആരംഭിക്കുന്നത് പോലെ 30-ാമത്തെ വയസ്സിൽ കരുത്താർജിച്ച ശുശ്രൂഷയുമായി, അഭിഷക്ത ശുശ്രൂഷയുമായിട്ട്, ശത്രുവിനെ ജയിച്ചവനായിട്ട്, ദൈവത്തിന്റെ കയ്യാളായിട്ട്, നിയോഗം ലഭിച്ചവനായി, ഒരു വലിയ കാട്ടുതീ പടരുന്നത് പോലെ പലസ്തീനായാലും യഹൂദ സാമ്രാജ്യത്തിൽ ഉടനീളം ഒരു വലിയ കൊടുങ്കാറ്റടിക്കുന്നത് പോലെ യേശു ശുശ്രൂഷയിൽ മുതിർന്നു വരുന്ന കാഴ്ച നമുക്ക് കാണാൻ കഴിയും. ആരാണ് യേശു ക്രിസ്തു? റബ്ബായി വിത്ത് സ്മിക്ക. അഭിഷക്തനാണ്, അധികാരമുള്ളവനാണ്, അടയാളങ്ങൾ ചെയ്യുവാൻ കഴിവുള്ളവനാണ്, നുഖത്തിന്റെ കീഴിൽ ഇരിക്കുന്നവനാണ്. സ്തോത്രം. സർവ്വവിധ അധികാരങ്ങളോടുകൂടെ കർത്താവ് തന്റെ ശുശ്രൂഷ ചെയ്തു. പിശാചിന്റെ മുൻപിൽ, അത് ചോദ്യങ്ങളുടെ മുൻപിൽ, വെല്ലുവിളികളുടെ മുൻപിൽ പതറാതെ തന്റെ ശുശ്രൂഷ നിറപടിയായി നിവർത്തിച്ച അഭിഷക്തനാണ് കർത്താവായ യേശു ക്രിസ്തു. കർത്താവിന്റെ വേല ഇപ്രകാരമാണ് ചെയ്യേണ്ടത്. വചനത്തിന്റെ അധികാരം നമ്മുടെ മേൽ ഉണ്ടാകണം. അശുദ്ധാത്മാക്കളുടെ മേൽ അധികാരം ഉണ്ടാകണം. രോഗികളുടെ മേൽ അധികാരം ഉണ്ടാകണം. അതാണ് അഭിഷേകത്തിന്റെ ആ നിയോഗത്തിന്റെ അർത്ഥമെന്ന് പറയുന്നത്. കർത്താവായ യേശു ക്രിസ്തുവിൽ അത് തിങ്ങി വിളങ്ങി നിറഞ്ഞു നിൽക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഈ കർത്താവിന്റെ പ്രാർത്ഥന, ആദ്യത്തെ പ്രാർത്ഥന എവിടെയാണെന്ന് അറിയാമോ? രേഖപ്പെടുത്തിയിരിക്കുന്നത് സ്നാനത്തിങ്കല. അപ്പൊ അത് പറഞ്ഞിട്ട് എൻ്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുക. സ്തോത്രം. സ്നാനത്തിങ്കല് കർത്താവ് പ്രാർത്ഥിക്കുന്നു. ആ ബാക്കിയൊന്ന് വായിച്ച സിസ്റ്ററെ. ലൂക്കോസ് 3:21-22. ലൂക്കോസ് 3:21-22. ജനമെല്ലാം സ്നാനമേൽക്കുകയിൽ യേശു സ്നാനമേറ്റ് പ്രാർത്ഥിക്കുമ്പോൾ സ്വർഗം തുറന്നു. പരിശുദ്ധാത്മാവ് ദേഹരൂപത്തിൽ പ്രാവ് എന്ന പോലെ അവന്റെ മേൽ ഇറങ്ങി വന്നു. ജനമെല്ലാം സ്നാനമേൽക്കുകയാണ്. യോഹന്നാന്റെ ആഹ്വാനം സ്വീകരിച്ചുകൊണ്ട് മാനസാന്തര സ്നാനമേൽക്കുവാനായിട്ടാണ് എല്ലാവരും വരുന്നത്. സ്തോത്രം. അപ്പൊ ജനമെല്ലാം സ്നാനമേൽക്കുമ്പോൾ യേശുവും സ്നാനമേറ്റു. സ്നാനമേറ്റിട്ട് യേശു എന്ത് ചെയ്തെന്ന് അവിടെ എഴുതിയിരിക്കുന്നത്? സ്നാനം ഏറ്റ് പ്രാർത്ഥിക്കുമ്പോൾ സ്വർഗം തുറന്നു. ഇത് ഇമ്മീഡിയറ്റ് ആയിട്ട് അപ്രതീക്ഷിതമായി സംഭവിച്ച ഒരു കാര്യമല്ല സ്വർഗം തുറക്കുന്നത്. സ്നാനമേറ്റ് പ്രാർത്ഥിക്കുമ്പോൾ സ്വർഗം തുറന്നു. സ്തോത്രം. അവിടെയാണ് തെഫില്ലാഹ് എന്ന് പറയുന്ന പ്രാർത്ഥനയുടെ ഒരു വാക്ക് വരുന്നു. അതൊക്കെ നമ്മൾ ചേർത്ത് കണക്ട് ചെയ്ത് പഠിക്കണം. സ്തോത്രം. ഇമ്പോസിബിൾ തിങ് ബിക്കം പോസിബിൾ. അതാണ് തെഫില്ലാഹ്. സ്തോത്രം. അടഞ്ഞിരിക്കുന്നത് തുറക്കുന്ന പ്രക്രിയയാണ് പ്രാർത്ഥന. നിങ്ങളിതുവരെയും കണ്ടിട്ടില്ലാത്തത് കാണാൻ നിങ്ങളെ സഹായിക്കുന്നതാണ് പ്രാർത്ഥന. നിങ്ങൾ ഒരിക്കലും അനുഭവിച്ചിട്ടില്ലാത്തത് അനുഭവിക്കാൻ കഴിയുന്നതാണ് പ്രാർത്ഥന. ഒരാത്മീയ ശുശ്രൂഷയിൽ സ്വർഗം തുറക്കണം.
സ്തോത്രം. നിങ്ങളെ ഒരു വ്യത്യസ്തനാക്കുന്നത് പ്രാർത്ഥനയാണ്. സ്തോത്രം. സ്നാനം, സ്വർഗം തുറക്കുക, ഇതിനിടയിൽ കർത്താവ് ചെയ്തതാണ് പ്രാർത്ഥന. ഞാൻ പറയുന്നതിന് ഇമ്പോർട്ടൻസ് മനസ്സിലാകുന്നുണ്ടോ? സ്തോത്രം. യേശുക്രിസ്തുവിന്റെ സ്നാനത്തിനും സ്വർഗം തുറക്കുന്നതിനും ഇടയിൽ നടക്കുന്ന പ്രക്രിയയാണ് യേശുവിന്റെ പ്രാർത്ഥന. ഹല്ലേലൂയ. അപ്പോൾ യേശു തുറന്ന സ്വർഗത്തിന് കീഴിൽ നിൽക്കുകയാണ്. വൈ? ഹി വാസ് എ മാൻ ഓഫ് പ്രയർ. ശുശ്രൂഷ ആരംഭിക്കുമ്പോൾ പ്രാർത്ഥിച്ചു തുടങ്ങുന്ന ഒരു യേശു. കർത്താവ് നമ്മെ അനുഗ്രഹിക്കട്ടെ. നമ്മുടെ ശുശ്രൂഷകൾ ആരംഭിക്കുമ്പോൾ നമ്മൾ എത്ര അഭിഷിക്തന്മാരാണെന്ന് നമുക്ക് തോന്നിയാലും, തിരഞ്ഞെടുക്കപ്പെട്ടവരാണെന്ന് നമുക്ക് തോന്നിയാലും, വചനത്തിന്റെ അറിവുകൾ, ഗ്രാഹ്യങ്ങൾ നമുക്കുണ്ട് എന്ന് തോന്നിയാലും, നമുക്ക് പലതിൻ്റെയും അകമ്പടി നമുക്കുണ്ടെന്ന് തോന്നിയാലും, പ്രിയപ്പെട്ടവരെ, പ്രാർത്ഥിക്കുന്നുവെങ്കിൽ മാത്രമേ ആത്മീയ കാഴ്ചപ്പാടും സ്വർഗീയ ശബ്ദവും നമുക്ക് കേൾക്കുവാൻ കഴിയുകയുള്ളൂ. അതാണ് പ്രാർത്ഥനയുടെ വില. യേശുവിന്റെ പ്രാർത്ഥനയുടെ വില നിൽക്കുന്നത് അവിടെയാണ്. കർത്താവ് നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. പ്രാർത്ഥനയിൽ അടിസ്ഥാനമുള്ളവരായി, പ്രാർത്ഥനയിൽ മുന്നേറുന്ന ഒരു ജീവിതത്തിന് മുൻതൂക്കം കൊടുത്തുകൊണ്ട് നമുക്ക് മുന്നേറാം. ഇന്നത്തെ ക്ലാസ്സിനെ ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടും ഈ നല്ല വാക്കുകൾ കൊണ്ട് എൻ്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ.